ഹായ് ഓൾ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹലോ. യെസ് യെസ് ഓഡിബിൾ ആണ്. ഓക്കെ. നമ്മൾ വെബിനാർ ഒരു 5 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ്. ഓക്കെ. ഓക്കെ 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 മാഡം ഓക്കെ, ഓക്കെ താങ്ക്സ്. മാഡം. Please start. Time is off. ഹലോ. ജസീര ജസീര അല്ലേ ഇപ്പോ സംസാരിച്ച്? ഹലോ. ഹലോ, Yes, കേൾക്കുന്നുണ്ടോ? ma'am. ഓക്കെ. വി വിൽ ബി സ്റ്റാർട്ടിങ് ഇൻ 5 minutes. ഓക്കെ ജസീര. 10 മണിന്ന് പറഞ്ഞിട്ട് 10:06 മാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് പേരോട് ജോയിൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. Adya, Hello. can we start it right now? Yeah, sure. Also, to the സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? booklets. Yes. യെസ് Okay, കണ്ടു. fine. Okay, fine. So, welcome all to the webinar of Accounting Job Hunting Program by Virtual Institute of Commerce. ആക്ച്വലി നമുക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഹോസ്റ്റ് മാത്രം സംസാരിക്കാതെ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് കണ്ടക്ട് ചെയ്യാന്നാണ് വിചാരിക്കുക. കാരണം ഇതിലിപ്പോ
കൊച്ചുകുട്ടികൾ അങ്ങനെ കുറവായിരിക്കുമല്ലോ, ജോബ് നോക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ. സോ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ കണ്ടക്ട് ചെയ്യാം. സോ ഇതിനിടയിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മൈക്ക് ഒന്ന് ഓണാക്കി ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, മൈക്ക് ഓണാക്കി റെസ്പോണ്ട് ചെയ്യാൻ ആരും മടി കാണിക്കരുത് കേട്ടോ. ഓക്കെ 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 മാഡം, ഓക്കെ. ഓക്കെ. ഷോ ഇപ്പോ ഇതില് ഓൾമോസ്റ്റ് 26-27 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇതില് എത്ര പേര് ഇപ്പോ UAE കറന്റ് അതായത് വിസിറ്റിംഗ് വിസ എടുത്തോ, അല്ലെങ്കിൽ ഒരു ജോബിന് ഇപ്പോ വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആ ജോബിന് ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ UAE കറന്റ് ഉള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് ഒരു ഹാൻഡ് റൈസ് ചെയ്യാവോ ചാറ്റ് ബോക്സിൽ? ആരുമില്ലേ? ഓക്കെ, ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് അഫ്രാൻ മാത്രമേ ഉള്ളൂ UAE ഉള്ളത്. ബാക്കി എല്ലാവരും നാട്ടിലാണോ? ഓക്കെ, ഐ തിങ്ക് ബാക്കിയുള്ളവർ നാട്ടിലായിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോ നമ്മുടെ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ നാട്ടിലാണ്, BCom കഴിഞ്ഞതാണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് UAE അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്ക് ജോബ് നോക്കുന്നവരെ, അതായത് ഇപ്പോ ഒന്നെങ്കിൽ നമ്മളിപ്പോ അഖില പറഞ്ഞതുപോലെ BCom കഴിഞ്ഞിട്ട് UAE ജോബ് നോക്കുന്ന, നാട്ടിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് വെച്ചിട്ട് UAE ജോബ് നോക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ UAE ഓൾറെഡി ഉണ്ടായിട്ട് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഉള്ളവരായിരിക്കും ഈ വെബിനാറിൽ കയറിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റുഡൻസും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പിലുള്ള ആൾക്കാരായാലും ഈ മൂന്ന് ടൈപ്പ് ആൾക്കാർക്കും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് എന്ത്, അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു 15-day കോഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഞാൻ ഈ കോഴ്സിനെ കുറിച്ച്, നമ്മുടെ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ കോഴ്സിനെ കുറിച്ച് ഞാനൊരു ഓവർവ്യൂ തരാം. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു 15-day പ്രോഗ്രാം ആണ്. ഇപ്പൊ നിങ്ങൾ ഒരാൾ വിസിറ്റ് എടുത്ത് ഒരു UAE പോയി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ വിസ ടൈം എന്ന് പറയുന്നത് ഒരു 60 days ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പോ നമ്മൾ ഒരുപാട് ഒരു 1 month അല്ലെങ്കിൽ 2 months അല്ലെങ്കിൽ 3 months ഒക്കെ ഒരു ക്ലാസ് വന്നിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപയോഗം ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു കാലയളവിൽ ഒരു ക്ലാസ് കിട്ടി, ആ ക്ലാസ്സിൽ എങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, അതേപോലെ UAE ബേസിക് അക്കൗണ്ട്സിനെ കുറിച്ച് അറിയണം. അപ്പൊ ഇതിനൊക്കെ ഒരു 15 days കൊണ്ട് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തന്ന് നിങ്ങളെ ഒരു കോൺഫിഡന്റ് ആക്കി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ച് ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആക്കുക. അതാണ് എന്തെന്ന് പറയാ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറയാ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഈ ഇതിലുള്ളവർ തന്നെ കുറെ പേരും ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും അല്ലെ, ഒരുപാട് ജോബിന് അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ നമുക്ക് വളരെ ചെറിയ അക്കൗണ്ട്, അതായത് ഒരു 10 ജോബിന് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ 1-2 ആയിരിക്കാം നമുക്ക് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആവുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്തായിരിക്കാം? നിങ്ങൾ തന്നെ പറഞ്ഞു, എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആവാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഒന്ന് പറഞ്ഞ ആരെങ്കിലും? ഹലോ ഹലോ മാഡം. പറഞ്ഞു. അത് ഇന്റർവ്യൂവിന് എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് അത് വിചാരിച്ച രീതിയിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം അതിന്റെ നമ്മള് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവിന് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കണമല്ലോ. അപ്പൊ അതിനു മുമ്പ് അത് കിട്ടാത്തത് എന്തുകൊണ്ട്, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല, അതിനുള്ളൊരു കാരണം എന്തായിരിക്കാം? നമ്മൾ CV സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇഷ്യൂ വന്നിരിക്കുക. അതിൽ തന്നെയുള്ള ഫോർമാറ്റിലും നമ്മൾ സബ്മിറ്റ് ചെയ്ത രീതി, അല്ലെങ്കിൽ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതിന്റെ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവില്ല എല്ലാത്തിനും, ഒരു നാച്ചുറൽ. അതെ, ഓക്കെ, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഫാക്ടർ തന്നെയാണ്. ബട്ട് നമ്മളിപ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ ഫ്രഷേഴ്സിനുള്ള ജോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1 year ഉള്ള ആൾക്കാർക്കുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയൊക്കെ നമ്മൾ അയക്കാറുണ്ട്. എന്നാലും നമുക്ക് ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ മെയിൻ റീസൺ എന്താണ്? ഒരു ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആവാന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് ലെവൽ അവർ മനസ്സിലാക്കിയിട്ടില്ല നമ്മളെ റിജക്ട് ചെയ്യാനല്ലേ. അപ്പൊ അതിനുള്ള മെയിൻ റീസൺ എന്തായിരിക്കും? ഒന്ന് നമ്മുടെ റെസ്യൂമെ അല്ലെങ്കിൽ CV കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. അതായത് ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമെ അല്ലെങ്കിൽ CV ആയിരിക്കില്ല നമ്മൾ എവിടെ അപ്ലൈ ചെയ്തത്, നമ്മൾ ആ കമ്പനിയിൽ അപ്ലൈ ചെയ്തത്. രണ്ടാമത്തെ റീസൺ നമ്മൾ കറക്റ്റ് രീതിയിലല്ല, എങ്ങനെയാണോ ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലായിരിക്കില്ല നമ്മൾ അപ്ലൈ ചെയ്തത്. ഈ രണ്ട് കാരണം കൊണ്ടാണ് മെയിൻലി നമുക്കൊരു ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആവാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. മെയിൻ റീസൺ ഇസ് റെസ്യൂമെ കറക്റ്റ് അല്ല. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സ് വഴി ആദ്യം നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കറക്റ്റ് റെസ്യൂമെ അല്ലെങ്കിൽ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ആദ്യം ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ സെക്കൻഡ് തിങ്, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഒരു മെയിൽ അയക്കേണ്ട രീതി എങ്ങനെയാണ്, ഓക്കെ, അതിന് ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ആദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ, ഇപ്പോൾ ഉള്ള മിക്ക റിക്രൂട്ടേഴ്സും മെയിൻലി നിങ്ങളുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ആയിരിക്കും നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയാലും നിങ്ങളുടെ സ്കിൽസ് ആയാലും എല്ലാം എന്തിലായിരിക്കും നോക്കുക? നമ്മുടെ റെസ്യൂമിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ലിങ്ക്ഡ്ഇന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുവഴി എന്തായാലും അവർ നമ്മുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ കയറി നോക്കും. സോ നമ്മൾ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യണം. സോ അതും ഞങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് ഒരു ഫസ്റ്റ് സെഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോ റെസ്യൂമെ കറക്റ്റ് ആയിട്ട് ചെയ്തു, കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു, നമ്മുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, എല്ലാം ഓക്കെ ആക്കി നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്കൊരു ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആയി. ഈ റെസ്യൂമെ അല്ലെങ്കിൽ എന്താണ് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഇതെല്ലാം കറക്റ്റ് ആക്കിയെന്ന് പറഞ്ഞ് നമുക്ക് ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പറ്റുമോ? ഇല്ല. അപ്പോൾ ഇന്റർവ്യൂവിനും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നാട്ടിലുള്ളൊരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക, ഇന്ത്യൻ ലോസ് വെച്ചുള്ള അക്കൗണ്ട്സിലാണ് അയാൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. അയാൾക്ക് UAE പോയാൽ പെട്ടെന്ന് ഒന്നും പഠിക്കാതെ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂവിന് കയറി ചെന്നാൽ അയാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നോ. അപ്പോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക് അക്കൗണ്ട്സിന്റെ ക്ലാസ്. ഓക്കെ, ബേസിക് അക്കൗണ്ട്സിന്റെ ക്ലാസ് ആയിരിക്കും നമ്മൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ ലോസ് വെച്ചിട്ടുള്ള അക്കൗണ്ട്സിലായിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. സോ നമ്മൾ ദുബായിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ UAEയിലുള്ള ഏതെങ്കിലും കൺട്രീസിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ലോസ് അറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ അക്കൗണ്ട്സിന്റെ ബേസിക്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 15 ഡേ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. അതിൽ 10 ഡേ എന്താണ്? ട്രെയിനിങ് ക്ലാസ്സസ് ആണ്, അതായത് ക്ലാസ്സസ് ആണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. 5 ഡേയ്സ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ആ 10 ഡേയ്സ് ട്രെയിനിങ് ക്ലാസ്സിൽ ആദ്യത്തെ 5 ദിവസം നിങ്ങൾക്ക് എന്താണ്? ഞാൻ ഇപ്പൊ പറഞ്ഞ ബേസിക് അക്കൗണ്ട്സിന്റെ ക്ലാസ് ആണ്. അതായത് UAE ബേസ്ഡ് അക്കൗണ്ടിങ് ബേസിക്സ് ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ 5 ക്ലാസ്സസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 5 ക്ലാസ്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോഹോ, ടാലി, കോർപ്പറേറ്റ് ടാക്സ് അങ്ങനെ തുടങ്ങിയ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് ആയിരിക്കും നെക്സ്റ്റ് 5 ഡേയ്സ് വരിക. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസിക് അക്കൗണ്ട്സിലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വാറ്റ്, ടാലി എന്നിവയിലും ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവഴി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നമ്മളൊരു ഇന്റർവ്യൂവിന് ചെന്നിരുന്നാൽ ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും, ഏതൊരു ഇന്റർവ്യൂവിന് ചെന്നിരുന്നാലും ആ HR മാനേജർ അല്ലെങ്കിൽ റിക്രൂട്ടർ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നായിരിക്കും ചോദിക്കുക അല്ലെ. അതായത് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം ആ ഒരു റിക്രൂട്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം. അതല്ലേ നമ്മൾ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഇന്റർവ്യൂ മൊത്തം ഫ്ലോപ്പ് ആയില്ലേ അല്ലേ. സോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു റെസ്യൂമെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, അതേപോലെ ലിങ്ക്ഡ്ഇൻ എൻഹാൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ അപ്ലൈ ചെയ്യേണ്ട രീതി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ ക്ലാസ്സസ് അല്ലാതെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതായത് ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയി ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഒരു വൃത്തിക്ക് ഒരു പ്രൊഫഷണൽ രീതിക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതാണ് പിന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോ എങ്ങനെയാന്ന് വെച്ചാൽ. ഓക്കെ, ഫൈൻ.
ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ജസീറ വെരി ക്ലിയർ. ഓക്കെ ഫൈൻ. അപ്പോ ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് ചുമ്മാ അങ്ങ് ഒരു കോഴ്സ് ഇങ്ങനെ 5 ദിവസം ക്ലാസ്, പിന്നെ ഒരു 5 ദിവസം ക്ലാസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ട്? നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്. ഈ ഒരു കോഴ്സ് മാത്രമായിരിക്കില്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്. സോ ഇതൊരു സ്ട്രക്ചേർഡ് ആൻഡ് ഡിസിപ്ലിൻഡ് രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. സോ നമുക്ക് ഞാൻ പറഞ്ഞു 10 days ക്ലാസ് ഉണ്ട്. ആദ്യത്തെ ഈ 15 days കോഴ്സിൽ 10 days ക്ലാസ് ഉണ്ട്. അതിൽ ഈ ക്ലാസ് അല്ലാതെ ഫസ്റ്റ് ഡേ നമുക്ക് എന്തായിരിക്കും? ഒരു ഓറിയന്റേഷൻ സെഷൻ ആയിരിക്കും. ആ ഓറിയന്റേഷൻ സെഷനിലാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനും ഈ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഡിസ്കഷനും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മുമ്പോട്ട് പോവേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് ആയിരിക്കും ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു 15 day കോഴ്സിനെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ലെവൽ 1 ആൻഡ് ദെൻ ലെവൽ 2. ഓക്കെ, ഈ ലെവൽ 1ലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്യൂമേ, ലിങ്ക്ഡ്ഇൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് വരുന്നത്. ഒരു സ്റ്റുഡന്റ് ഇപ്പോ ഇതിലാരാണ്? ജസീറ. ഇപ്പൊ ജസീറ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ജസീറ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ജസീറ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസീറ ഏത് ലെവലിലായിരിക്കും ഉണ്ടാവുക? ലെവൽ 1ലായിരിക്കും ഉണ്ടാവുക. ആ ജസീറ AITS ഫ്രണ്ട്ലി റെസ്യൂമേ പ്രിപ്പയർ ചെയ്യണം. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഓൾറെഡി ചിലപ്പോൾ ജസീറയ്ക്ക് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഒരെണ്ണം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഈ 3 കാര്യങ്ങളും, ഈ 3 ടാസ്ക് റെസ്യൂമേ, ലിങ്ക്ഡ്ഇൻ ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഈ 3 കാര്യങ്ങളും, ഈ 3 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ജസീറയ്ക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, ലെവൽ 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഈ റെസ്യൂമേ അല്ലെങ്കിൽ ലിങ്ക്ഡ്ഇൻ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇതൊന്നും ഇല്ലാതെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? വൃത്തിയില്ലാത്തൊരു റെസ്യൂമേ ആണ്, അല്ലെങ്കിൽ ഫുൾ ഐക്കൺസും പിക്ചേഴ്സും ഒക്കെ ഉള്ള ഒരു റെസ്യൂമേ ആണ് അയക്കുന്നെങ്കിൽ നമ്മുടെ എന്താണ് റെസ്യൂമേ അവിടെ അല്ലെങ്കിൽ CV അവിടെ ഷോർട്ട് ലിസ്റ്റ് ആവുമോ? ഇല്ല. അപ്പൊ നമ്മൾ ബേസിൽ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റെസ്യൂമേ പ്രിപ്പയർ ചെയ്യുക, ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യുക, അതേപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. ഈ 3 ആക്ടിവിറ്റീസും ജസീറ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ജസീറ ഏത് ലെവലിലോട്ട് പോകും? ലെവൽ 2ലേക്ക് പോകും. ഓക്കെ, ലെവൽ 2ൽ എന്താന്ന് വെച്ചാൽ ലെവൽ 2ലാണ് നമ്മൾ ബാക്കി ആക്ടിവിറ്റീസും ബാക്കി ജോബ് വേക്കൻസീസും അങ്ങനത്തെ ജോബ് വേക്കൻസീസും ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ലെവൽ 2ൽ എത്തുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഡെയിലി എന്ത് കൊടുക്കും? ജേർണൽ എൻട്രി പ്രാക്ടീസിങ് കൊടുക്കും. ഓക്കെ, ജേർണൽ എൻട്രി പ്രാക്ടീസിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡെയിലി ജോബ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് UAE വരുന്ന ഡെയിലി വരുന്ന ഓരോ ജോബിന്റെ വേക്കൻസീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ ബേസിക് അക്കൗണ്ട്സിന്റെ ക്ലാസ്, ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇത് അപ്ലൈ ചെയ്ത് ഒരു ഇന്റർവ്യൂ കോൾ വന്നു. അങ്ങനെ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫാക്കൽറ്റീസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ ജോബ് റോൾ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ഏരിയസ് നോക്കണം എന്നുള്ള അസിസ്റ്റൻസ് നമ്മുടെ ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ലെവൽ 2ലുള്ള ഒരു കുട്ടിക്ക് ഡെയിലി എന്തുണ്ടാവും? ജേർണൽ എൻട്രി പ്രാക്ടീസ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഒരു അക്കൗണ്ടന്റ് എന്ന പൊസിഷനിൽ ഒരാൾ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ അവർ മെയിൻലി നോക്കുന്നത് എന്താണ്? ജേർണൽ എൻട്രി ആണ്. ബേസിക് ജേർണൽ എൻട്രി അറിയാമോ ഇല്ലയോ എന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെ. അപ്പോ ബേസിക് ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. സോ നമ്മൾ ലെവൽ 2ൽ വരുന്ന ഒരു സ്റ്റുഡന്റിനാണ് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നത്. ഈ 3 ടാസ്ക് നമ്മൾ കഴിഞ്ഞ ബാച്ചുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഉത്സാഹത്തിലെല്ലാം ഓക്കെ റെസ്യൂമേ എല്ലാം ചെയ്യും. അവസാനം വരുമ്പോഴത്തേക്കാണ് ഇവർക്ക് ഒരു മടി, അല്ലെങ്കിൽ വേക്കൻസീസ് ഷെയർ ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ബട്ട് നിങ്ങളൊരു ഒരു +2 കഴിഞ്ഞ സ്റ്റുഡന്റോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റോ ഒന്നും അല്ലല്ലോ. ഒരു ജോബ്, ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്നവരാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെന്ന് നിങ്ങൾക്ക് അറിയാം. മനസ്സിലായില്ല? അപ്പൊ നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇപ്പോ നമ്മുടെ ഇവിടെ VICയിൽ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ലെവൽ 2ൽ വരുന്ന സ്റ്റുഡൻസ്, ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നത് ലെവൽ 2ൽ വരുന്ന സ്റ്റുഡൻസിനാണ് ഈ പറഞ്ഞ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ബിക്കോസ് ഈ ഒരു ആദ്യത്തെ 3 ചെയ്യാതെ ഇത് വന്നിട്ട് കാര്യമില്ല. റെസ്യൂമെ, നല്ലൊരു റെസ്യൂമെ ഇല്ലാത്ത ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ജോബ് പ്ലേസ് ആവുക? നിങ്ങൾ തന്നെ പറയാം, എങ്ങനെയാണ് ഒരു ജോബ് പ്ലേസ് ചെയ്യാൻ പറ്റുക? ഒരു റെസ്യൂമെ, നല്ലൊരു റെസ്യൂമെ ഇല്ലാത്തൊരു കുട്ടിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെ? സോ ഈ 3 ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് ലെവൽ 2 കൺവേർട്ട് ആവുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. ഒരു ഓറിയന്റേഷൻ സെഷൻ, പിന്നെ ഒരു ലെവൽ 1 എന്ന് പറയുന്ന ഒരു സെഷൻ, ലെവൽ 2 എന്ന് പറയുന്ന ഒരു സെഷൻ, പിന്നെ നമ്മുടെ 5 days ബേസിക് അക്കൗണ്ട്സ് ക്ലാസ് ആൻഡ് 5 days എന്തിന്റെ ക്ലാസ്? വാറ്റ്, ടാലി, കോർപ്പറേറ്റ് ടാക്സ്, സോഹോ, അതുപോലുള്ള ആക്ടിവിറ്റീസിന്റെ ക്ലാസ്. ഓക്കെ, ക്ലിയർ ആണോ? അത് തന്നെ ഒരു കാര്യം ഓക്കെ, ചോദിച്ചോ. അല്ല, ഞാനിപ്പോ ഒരു CMA സ്റ്റുഡന്റ് ആണ്. CMA ഇന്റർമീഡിയറ്റ് ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഈ ജൂണില് ഒരു ഗ്രൂപ്പ് കൂടെ ഏതാണ്ട്, അത് ഗ്രൂപ്പ് 2. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണത് നല്ലതോ ഇതാണ് നല്ലത്? മീൻസ് കമ്പനിയിൽ ജോബ് നോക്കുന്നവരാണോ ചോദിക്കുന്നത്? ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്, റൈറ്റ്? പ്രൊഫഷണൽ അത് എക്സ്പീരിയൻസ് ഈ കിട്ടുന്നതല്ലേ? ആർട്ടിക്കിൾഷിപ്പ് ഇല്ല, അത് ഈ CA ഫേമില് ആർട്ടിക്കിൾഷിപ്പ് അത് റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും UAE നോക്കുകയാണെങ്കിൽ? ഇറ്റ്സ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണല്ലോ. ഹലോ, അല്ല, ഞാൻ അതല്ല, അതായത് ഈ CA ഫേമിൽ നമ്മൾ വർക്ക് ചെയ്യണ നോക്കി, അതായത് ട്രെയിനി ആയിട്ട്, ഓക്കെ അതായത് ആർട്ടിക്കിൾഷിപ്പ് അത് റിയൽ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യും UAE ജോബിൽ അപ്ലൈ ചെയ്യുമ്പോൾ? അതായത് ഒരു ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ള രീതിയിൽ കൗണ്ട് ചെയ്യൂല. അതായത് ഒരു മെയിൻ ഇപ്പോ നമ്മളിപ്പോ ഒരു കറക്റ്റ് ഒരു കമ്പനിയിൽ ഒരു എല്ലാം കഴിഞ്ഞ് ഒരു എല്ലാം ആപ്റ്റായി അങ്ങനെയല്ല, ഒരു ആർട്ടിക്കിൾഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കൗണ്ട് ചെയ്യുക. ബട്ട് അത് ഉള്ളത് നല്ലതാണ്, ഒരു ആർട്ടിക്കിൾഷിപ്പ് ഉള്ളത് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് ആ എക്സ്പീരിയൻസിന് പകരം മറ്റേ ഈ ആർട്ടിക്കിളിന് പകരം നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആയിട്ട് ടൈപ്പ് കൊടുക്കാൻ കേട്ടോ എക്സ്പീരിയൻസ്. മീൻസ് ഇപ്പൊ ആർട്ടിക്കിൾഷിപ്പ് എനിക്ക് മനസ്സിലായില്ല, ക്ലിയർ അല്ല. അതായത് എന്താ പറയാ, നമ്മളിപ്പോ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തു, അതായത് ഫേമിൽ വർക്ക് ചെയ്തു, എന്നിട്ട് അക്കൗണ്ട്സ് ആ അസിസ്റ്റന്റ് എന്ന എക്സ്പീരിയൻസ് റെസ്യൂമിൽ മറ്റേ കൊടുക്കാന്നാണോ ഈ പറയുന്നത്? ട്രെയിനിന്ന് കൊടുക്കുന്ന പകരം നമുക്ക് അസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കാമല്ലോ എക്സ്പീരിയൻസ്, മറ്റേ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ജിഷ്ണു സർ, സർ കേൾക്കുന്നുണ്ടോ? ഹലോ ആ ജിഷ്ണു സർ. ഹലോ. യെസ്, പറഞ്ഞോളൂ. എന്താണ്? അതെ, പറഞ്ഞു. സർ, സർ അതൊന്ന് അസിസ്റ്റ് ചെയ്യാമോ? എന്ത് പറ്റിയോടോ, കേട്ടില്ല. അയാൾ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു CA ഫാമിൽ ആർട്ടിക്കിൾഷിപ്പിൽ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് ട്രെയിനി എന്നുള്ളത് കൊടുക്കുന്നതിന് പകരം ഒരു അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്ന റെസ്യൂമിൽ കൊടുക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ കൊടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു CA ഫേമിൽ നമ്മൾ പോയിട്ട് ചെയ്യുന്ന നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു പാർട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഓഡിറ്റർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെയാണ് നമ്മളിവിടെ ആർട്ടിക്കിൾഷിപ്പിൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ആർട്ടിക്കിൾ അസിസ്റ്റന്റിനായിട്ട് കൊടുക്കുവോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് അസിസ്റ്റന്റിനായിട്ട് കൊടുത്തു എന്ന് ഓർത്തുകൊണ്ട് യാതൊരു ഇഷ്യൂസ് ഒന്നും വരാൻ പോണില്ല. അവിടെ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ CV ഇവിടെ കിട്ടിക്കഴിഞ്ഞ് CV ഓരോരുത്തരും ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതല്ലാണ്ട് നിങ്ങളെ എന്ത് റോളിൽ വർക്ക് ചെയ്തു എന്നുള്ളത് സെക്കൻഡ് പാർട്ടാണ് വരുന്നത്. അവിടെയാണ് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനകത്തും അതുപോലെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. ഓക്കെ. ഹലോ, അവിടെ മെഷീനറി ടെസ്റ്റ് ഉണ്ടാവൂലേ UAE? മിഷണറി ടെസ്റ്റോ? എന്താ ഉദ്ദേശിച്ച മിഷണറി ടെസ്റ്റ് എന്ന് വെച്ചാൽ? മറ്റേ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞാല് കമ്പ്യൂട്ടർ ചെയ്ത് നോക്കൂലേ, നമ്മൾ ചെയ്യിപ്പിച്ച് നോക്കൂലേ? ഓക്കെ. അതായത് നിങ്ങൾക്ക് ഇവിടെ സോഫ്റ്റ്വെയർസിൽ, അതായത് നമ്മളിവിടെ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയർസിനകത്തൊക്കെ ചെയ്യിപ്പിച്ച് നോക്കുക എന്നുള്ളതാണ് അതാണ് ഡൗട്ട് അല്ലേ? അതെ, എക്സലൊക്കെ ചെയ്യിപ്പിച്ച് നോക്കൂലേ അവര്?
എക്സൽ ഒക്കെ ചെയ്യിപ്പിക്കാൻ നോക്കും. ഒരിക്കലും നിങ്ങളെ ഡയറക്റ്റ് സോഫ്റ്റ്വെയറിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഏത് കമ്പനിയിൽ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നു ആ കമ്പനിയിൽ ഏത് സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്യുന്നത് അതിനകത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് മുന്നോ അല്ലെങ്കിൽ ഓഫർ ലെറ്ററിന് മുന്നോ ആരും നിങ്ങളെ കൊണ്ടുവന്നിട്ട് സിസ്റ്റം എടുത്ത് തരത്തില്ല. മേ ബി നിങ്ങളുടെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സൽ വർക്കിംഗ് ഷീറ്റ് തരാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേർഡ്സിൻ്റെ അല്ല വേർഡ്സ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ തരാം. അങ്ങനെയുള്ളതൊക്കെ തരത്തുള്ളൂ. ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ചെയ്യിപ്പിക്കത്തില്ല. പിന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർസിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വഴി നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർസിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിനകത്ത്, നമ്മൾ ഈ സോഹോയുടെ ക്ലാസ്സിനകത്തും അല്ലെങ്കിൽ ടാലിയുടെ ക്ലാസ്സിനകത്തൊക്കെ നമ്മൾ കവർ ചെയ്തു പോകുന്നത്. ക്ലിയർ ആയോ? ബാക്ക് ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. UAE ബാക്ക് ഓഫീസിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോ അതുകൊണ്ട് എനിക്ക് സോഹോ അറിയാം, ക്വിക്ക് ബുക്ക് അറിയാം, എല്ലാ സോഫ്റ്റ്വെയറും അറിയാം. അപ്പോ അത് അഡ്വാൻറ്റേജ് ആവും ഈ ചെന്നാല്. നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ചെല്ലുമ്പോൾ നമ്മളോട് ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, ഒരു ഇന്റർവ്യൂർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിപ്ലൈനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നമ്മുടെ അവിടെ സെലക്ഷൻ വരുന്നത്. ഇപ്പൊ ചിലവർ ഇവിടെ പറഞ്ഞതുപോലെ ബാക്ക് ഓഫീസ് വർക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്ക് ഓഫീസ് വർക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ചിലപ്പോൾ ചോദിക്കും. അത് ഇന്റർവ്യൂവിന്റെ മൈൻഡ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ചോദിക്കുന്നതിന് നിങ്ങൾ കൃത്യമായ രീതിയിലാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആൾക്ക് ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ഇന്റർ കണക്റ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വേറെ രണ്ട് സ്ഥലത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതിനെ കണക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളത് ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ അക്കൗണ്ട്സിൻ്റെ ബേസിൽ എങ്ങനെ വരുന്നതെന്നുള്ളതും അക്കൗണ്ട്സിൻ്റെ ഫാക്കൽറ്റീസ് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബാക്ക് ഓഫീസിൽ വർക്കിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നും പറഞ്ഞുള്ള ആ ഒരു ഇതിൽ വരരുത്. പക്ഷെ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമേ ഉള്ളൂ. അവർ ചോദിക്കുന്നതിനുള്ള ഉത്തരം കിട്ടിയാലല്ലേ നമുക്ക്. ഇപ്പോൾ ആര് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് തരാ, പേരൊന്ന് പറയൂ. ഷിജാസിന് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഷിജാസ് പറയണം ഞാൻ ബാക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യണം, എനിക്ക് സോഹോ ഒക്കെ അറിയാം, ടാലി ഒക്കെ അറിയാം എന്നൊക്കെ പറയണം. അപ്പോൾ ടാലിയിലോ അല്ലെങ്കിൽ സോഹോയിലോ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നാൽ അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ എന്നോട് ചോദിച്ച ആള് വർക്ക് ചെയ്യണോ, നിലവിൽ വർക്ക് ചെയ്യണോ അതോ ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? വർക്ക് ചെയ്യാണ് UAE ബാക്ക് ഓഫീസ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ബാക്ക് ഓഫീസ് വർക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട്സിലാണോ വർക്ക് ചെയ്യുന്നത് അതോ അഡ്മിൻ വർക്കിലാണ് ചെയ്യുന്നത്? അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാം, ഒരു പേർച്ചേസ് വന്നു കഴിഞ്ഞാൽ ഈ പേർച്ചേസിൻ്റെ എന്തൊക്കെ റിലേറ്റഡ് ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് ഉത്തരം എന്തൊക്കെയായിരിക്കും, നമുക്കൊരു അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ ഒരു പേർച്ചേസുമായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ അത് ആൻസർ ചെയ്യേണ്ടത്? എന്നോടാണോ? അത് തന്നെ. എങ്ങനെയായിരിക്കും ഇപ്പോൾ എക്സ്പീരിയൻസ്? ഞാൻ ഒന്നിനുമല്ല പറയണേ, ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു പേർച്ചേസ് നടത്തി, ഓക്കെ, പർച്ചേസ് ഓർഡർ ശരിയായിട്ട് വേണ്ട നമുക്ക് ഇതാക്കാൻ. പർച്ചേസ് ഓർഡർ ആദ്യം ഇഷ്യൂ ചെയ്യും, അതൊക്കെ പർച്ചേസ് അടിക്കും, ബില്ല് ഇഷ്യൂ ചെയ്യും. ബില്ല് ഇഷ്യൂ ചെയ്താൽ നമ്മള് വാറ്റ് ഇൻക്ലൂസീവ് ആണ് നോക്കും. വാറ്റ് ഇൻക്ലൂസീവ് ആണെങ്കിൽ 5% വാറ്റ് ഉണ്ടാവും. അപ്പൊ ബില്ല് നമ്മള് ഒരു ഇൻവോയ്സ് 5% ബില്ല് വാറ്റിന്റെ.
പിന്നെ ഓരോ പാർട്ടിയിൽ ഓരോ ബില്ലുകൾ പർച്ചേസ് ബില്ല് പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, പർച്ചേസ് എൻട്രിങ് ആൻഡ് ദെൻ ലാസ്റ്റ് പേയ്മെന്റ് സെൻഡിങ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പോയിട്ട് ഇന്റർവ്യൂ, ഇത് ആക്ച്വലി ഈ പോയിന്റ്സുകളൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു പോയിട്ട് ഒരു ഇന്റർവ്യൂന് ബാക്ക് ഓഫീസിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട രീതി ഈ രീതിയിലായി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ഈ ബാക്ക് ഓഫീസിൽ വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പറയുന്നു എന്നുള്ളതിനകത്താണ്. ഇതേ സമയം ഇപ്പോൾ ഞാനാണ് അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറയുവാണ്, സോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ലൈക്ക് PO ഓർഡർ, അതുപോലെ കൊട്ടേഷൻസുകൾ, അതിന്റെ കൺഫർമേഷൻ മെയിൽസുകൾ, ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിനകത്ത് പ്രൊക്യൂർമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സും ആഫ്റ്റർ ഇവിടെ പ്രോഡക്റ്റ് ഇവിടെ വന്നതിന് ശേഷമുള്ള പർച്ചേസിന്റെ PO ഓർഡറോ അല്ലെങ്കിൽ PIO ടാക്സ് ബില്ലുകളോ പ്ലസ് അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പേയ്മെന്റുകൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മെയിൻ ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എ പർച്ചേസ് ഫ്രം ദി ഇമ്പോർട്ട് ഓർ ഫ്രം ദി ഔട്ട്സൈഡ് കൺട്രി, അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ കീപ്പ് ചെയ്യണം എന്ന രീതിയിൽ വേണം നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യാൻ. അപ്പൊ എന്തായി, നമുക്ക് അവിടെ നമ്മുടെ അതിനകത്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അവിടെ ഒരു പ്രസന്റേഷൻ ലെവൽ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ, പക്ഷെ അതിന്റെ വേ ഓഫ് പ്രസന്റേഷൻ നല്ല രീതിയിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു ഇന്റർവ്യൂ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം തന്നെ ഞാനും പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ പറഞ്ഞ രീതി നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഏതായിരിക്കും ഒരു ബെറ്റർ. നിങ്ങളൊരു ഇന്റർവ്യൂ ലെവലിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ഒരാൾ വരുമ്പോൾ ഏത് രീതിയിലുള്ള ആളെ ആയിരിക്കും നിങ്ങൾ എടുക്കുന്നത്? കുറച്ച് പ്രൊഫഷണൽ വേയിൽ എടുക്കാം. കേട്ടില്ല. പ്രൊഫഷണൽ വേ ഡീൽ ചെയ്യുന്ന ആൾക്കാർ എടുക്കാന്ന് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട്. അപ്പൊ നമ്മള് അതൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ കോഴ്സിലൂടെ ഓരോ പാർട്ടിലൂടെ നമ്മൾ ഇതിനകത്ത് നിങ്ങളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങളുടെ ഇന്ററാക്റ്റീവ് സെക്ഷൻസുകളും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രൊഫഷണൽ ലെവൽസുകളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും അതൊക്കെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ആദിത്യ, യു ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. ചാറ്റ് ബോക്സിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ATS റെസ്യൂമെ നമ്മളാണോ പ്രിപ്പയർ ചെയ്യുക? അനു, ആക്ച്വലി നിങ്ങളാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ ഉണ്ടാക്കുന്നത്, ബട്ട് വി വിൽ ബി പ്രൊവൈഡിങ് അസിസ്റ്റന്റ് ഫോർ ദാറ്റ്. ഓക്കെ, അതായത് എങ്ങനെയാണ് ഒരു റെസ്യൂമെ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കണം, അതിന്റെ ഫോർമാറ്റിങ്സ് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ആ സെയിം റെസ്യൂമെ നമുക്ക് ഷെയർ ചെയ്ത് തരും. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും, കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ അല്ലേ അനു? അനു ക്ലിയർ അല്ലേ? ചാറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി, അൺമ്യൂട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ജോബ് കിട്ടുന്നവരെ മാക്സിമം. പ്രവീൺ, ആക്ച്വലി നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ലെവൽ 1 ലെവൽ 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ലെവൽ 1 കഴിയുന്ന സ്റ്റുഡൻസിനെ ലെവൽ 2യിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നും പറഞ്ഞു. ഞാൻ ലെവൽ 2 കുറെ ആക്ടിവിറ്റീസിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ലെവൽ 2 നിങ്ങൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 500+ മെമ്പേഴ്സ് ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ആക്ച്വലി ഫാക്കൽറ്റീസ് ഉണ്ട്, നിങ്ങളെ പോലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ പ്ലേസ്ഡ് ആയിട്ടുള്ള, അതായത് അബ്രോഡ് പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവിടെ പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സും ഉണ്ട്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു 15 days കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ഫുൾ അസിസ്റ്റൻസ് കിട്ടും. മനസ്സിലായില്ലേ? ജോബ് വേക്കൻസീസ് കിട്ടും. അതുപോലെ നിങ്ങൾ ഈ ഒരു 15 days കോഴ്സ് കഴിഞ്ഞാലും നിങ്ങളൊരു ഇന്റർവ്യൂവിന് കോൾ വന്നു കഴിഞ്ഞാൽ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റീസ് നിങ്ങളെ സപ്പോർട്ടും ചെയ്യും. ഓക്കെ, പ്രവീൺ ഓക്കെ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ആർക്കൊക്കെയാണ് നമ്മുടെ ഈ ഒരു AJHP ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ that will be taken care by Asa sir. So sir, hello sir. Hello.
ഗുഡ് ഈവനിങ് all. കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. സോ just a minute. സോ ഇതില് എല്ലാവരും യുഎയിലുള്ള ആൾക്കാരാണ്? ഹലോ, നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടോ? ഹലോ, കേൾക്കാവോ? ഓക്കെ. സോ നമ്മളിപ്പോ സെഷന്റെ ആദ്യം തുടക്കം തൊട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ കോഴ്സ് കാര്യങ്ങളെല്ലാമായിട്ട്. സോ ഓക്കെ. സോ നമുക്ക് സെഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് യുഎയുടെ കറണ്ട് മാർക്കറ്റ്, ജോബ് മാർക്കറ്റിന്റെ എന്താണെന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ പണ്ട് നമുക്ക് ഇവിടെ യുഎയിലോട്ട് ഒരാള് ജോബ് അന്വേഷിച്ച് വരുവാണെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ? അറിയുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ യുഎയിലോട്ട് ഏതെങ്കിലും അക്കൗണ്ടിങ് കോഴ്സ് അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ പെട്ടെന്ന് ജോബ് കിട്ടുന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? സോ പക്ഷെ ഇന്ന് യുഎയുടെ സിനാരിയോ എന്ന് പറയുന്നത് അങ്ങനല്ല. സോ എൻറ്റയർലി ഡിഫറെന്റ് സിനാരിയോയിലാണ് ഇന്ന് യുഎയുടെ ജോബ് മാർക്കറ്റ്, എസ്പെഷ്യലി അക്കൗണ്ടിങ് ഫീൽഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ ഇതില് എല്ലാവരും അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ തന്നെയാണോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ഇന്ററാക്ട് ചെയ്താൽ നന്നായിരുന്നു. സോ ദാറ്റ് അക്കോർഡിംഗ്ലി. ഓക്കെ. സോ ഇന്ന് ഓക്കെ ഓക്കെ സോ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഓക്കെ, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ. പക്ഷെ വെറും അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BCom അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോഴ്സുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ മാത്രം ഉണ്ടായാൽ ജോബ് കിട്ടുന്നുള്ളൊരു ധാരണ പണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സിനാറിയോകൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് യുഎയുടെ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് മാർക്കറ്റാണ് ഇവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് അറിയുമ്പോൾ നമ്മുടെ കറണ്ട് ഉള്ളതില് നമുക്ക് അക്കൗണ്ടിങ് ജോബ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മുമ്പ് പറയുമ്പോൾ യുഎയുടെ വാറ്റ്, സോ വാല്യൂ ആഡഡ് ടാക്സ് എന്നുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റം ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ബിസിനസ്സിന് പണ്ട് ഇവിടെ ഉള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ബിസിനസ് അവർക്ക് കൊണ്ടുപോകാമായിരുന്നു. അവരുടെ അക്കൗണ്ട്സ് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതിൻ്റെയൊക്കെ ഇതായിട്ട് പണ്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് നാട്ടിൽ നിന്ന് ആരും ഈ ഒരു അക്കൗണ്ടിങ് BCom പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇവിടെ റെഫറൻസ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ സിനാരിയോയിൽ അത് എൻറ്റയർലി മാറിയിട്ടുണ്ട്. ഈവൻ നാട്ടിൽ നമുക്ക് കുറെ നമ്മൾ പറയാണ് ഞാൻ CA അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, പ്രൊഫഷണൽ അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞാലും ഇവിടത്തെ ജോബ് മാർക്കറ്റിൽ വേണ്ട റിക്വയർമെന്റ്സ് പറയുമ്പോൾ 2018 ശേഷം യുഎ ഗവൺമെന്റ് ഇവിടുത്തെ ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്നാണ് അവർ വന്നിട്ട് ടാക്സേഷൻ പോളിസിയിൽ കുറെ ബിസിനസ്സിൽ കുറെ ചേഞ്ചസ് കൊണ്ടുവന്നു. സോ അതിനുശേഷമാണ് ഇവിടുത്തെ ബിസിനസ്സുകാരെല്ലാം ചിന്തിച്ചു തുടങ്ങിയത് ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഗവൺമെന്റിന്റെ ടാക്സേഷൻ പോളിസി കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണമെങ്കിൽ സോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യണം. വെറും ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തുള്ള ആൾക്കാരല്ലാതെ ഇവിടുത്തെ ടാക്സേഷനും അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സ്കില്ലഡ് ആയിട്ടുള്ള പ്രൊഫഷൻസിന്റെ റിക്വയർമെന്റ് അപ്പോഴാണ് റൈസ് ആയത്. സോ അന്നേരത്ത് 2018 അറുപ 2018 പിന്നെ അതിനുശേഷം 2022-23 ടൈമില് യുഎ ഗവൺമെന്റ് ചെയ്തത്
കോർപ്പറേറ്റ് ടാക്സ് എന്നിട്ടുള്ള ഡയറക്റ്റ് ടാക്സ് സിസ്റ്റം അതും കൂടെ ഇവിടെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോ അങ്ങനെ ഗവൺമെന്റിൽ നിന്ന് ഇവിടെ മെല്ലെ മെല്ലെ അവർ ടാക്സേഷനും ഇവിടുത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിന്റെ ഒരു ഇത് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്ന്. സോ അതനുസരിച്ച് നമ്മുടെ ജോബ് മാർക്കറ്റിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കമ്പനികൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് ഇത് നോർമൽ ഒരാളെ വെച്ച് ഈ സംഗതി അറിയുമ്പോൾ നമ്മുടെ ഈ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് മിക്ക കമ്പനികൾക്കും വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് UAE ജോബ് മാർക്കറ്റ് ഒന്നും കൂടി എന്താ പറയാ ഒന്നുകൂടി അതിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടിയതും. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടിയാലും ഈ ഓപ്പർച്യൂണിറ്റീനെ മീറ്റ് ചെയ്യുന്ന സ്കിൽസ് മറ്റും പറയുമ്പോൾ വെറും ടെക്സ്റ്റ് ബുക്ക് നോളേജ് മാത്രം കൊണ്ട് അവർക്ക് ആ ഒരു റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ. സോ നോർമലി നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ബിസിനസ്സുകാർക്കെല്ലാം വേണ്ടത് എന്താണ്? അവരുടെ സ്ഥാപനത്തിലെ ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്ന റൂൾസ് പ്രകാരം ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ട് സ്കില്ലഡ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്കില്ലഡ് പ്രൊഫഷണലിനെയാണ് ഇന്ന് ഇവിടുത്തെ മിക്ക ബിസിനസ്സുകൾക്കും കമ്പനികൾക്കും ആവശ്യമുള്ളത് അല്ലെ. സോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി പറയാണ് ഇന്ന അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ റോളിലോട്ട് വേണം. സോ അതിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഒത്തിരി പേര് ഇന്റർവ്യൂവിന് വരാറുണ്ട്. പക്ഷെ അതിൽ വളരെ റയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നെക്സ്റ്റ് ലെവൽ ഓഫ് റൗണ്ട് അല്ലെങ്കിൽ അടുത്തതിലോട്ട് പോകാറുള്ളൂ. കാരണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ചോദിച്ചാൽ എല്ലാവർക്കും ക്വാളിഫിക്കേഷൻ, എല്ലാവരും ക്വാളിഫൈഡ് അക്കൗണ്ടന്റ് ആണ്. പക്ഷെ ആ കമ്പനികൾ ആവശ്യപ്പെടുന്ന ചില റിക്വയർമെന്റ്സ് ഉണ്ട് അല്ലെ. അവരുടെ പ്രോപ്പർ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ റൂൾസ്, വാറ്റ്, ടാക്സേഷൻ എന്താണ് പറയുന്ന ആ റൂൾസ്, പ്രോപ്പർ ആയിട്ടുള്ള ഫൈനാൻസ് റെക്കോർഡുകൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ അറിയുന്ന. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ കമ്പനികൾ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ബിസിനസ് ഇവിടെ എക്സ്പെക്ട് ചെയ്യും. സോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയുമ്പോൾ ഓൾറെഡി നാട്ടിൽ നിന്ന് ജോബ് നോക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത് വെറും സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രഷേഴ്സ് എന്നും പറയാൻ പറ്റില്ല, ഓൾറെഡി കറണ്ട് UAE വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ട്. അവർ എന്ത് ചെയ്യുന്നത്? പഴയ ഒരു കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് UAE ജോബ് സിനാറിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജോബ് കിട്ടാന്നുള്ള ഒരു ഇതല്ല. ജോബ് കിട്ടാന്ന് പറഞ്ഞാൽ വെറും ലെക്ക് കൊണ്ട് മാത്രം എന്ന് ചിലവർ പണ്ടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. സോ ആ പ്രിപ്പറേഷൻ ഇത് ആർക്കെല്ലാമാണ് ഈ കോഴ്സ് നമുക്ക് നമ്മൾ ഇപ്പോൾ ഈ ഒരു AHJHP അക്കൗണ്ട്സ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മുടെ വിർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് നടത്തുന്നത് ജസ്റ്റ് ഒരു കോഴ്സ് മാത്രമല്ല, ആക്ച്വലി അതിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം അല്ലെ. സോ ഈ പ്രോഗ്രാം ആർക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പൊ UAE വർക്ക് ചെയ്യുന്നവർ അവരുടെ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ കരിയർ ചേഞ്ച് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. സോ അവർക്ക് എന്താ വെച്ചാൽ ഓൾറെഡി ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടന്റ് ആയിരിക്കാം, പക്ഷെ അയാൾ ചെയ്യുന്ന ഒരു റുട്ടീൻ ജോബ് ആയിരിക്കും, ലൈക്ക് ഡേറ്റ എൻട്രി, ജസ്റ്റ് വെറും പർച്ചേസും സെയിലും മാത്രം അടിക്കുന്നത്. ബട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഇവിടെ UAE ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ആക്ച്വൽ ഒരു ബിസിനസ് അവർ ആ ബിസിനസിന്റെ ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ആ ഒരു കമ്പനിയിലുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും, ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്ന വാറ്റ് റൂളുകൾ, ടാക്സേഷൻ പോളിസികൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും, അതിനെ ഓണറെ ബിസിനസിനെ എങ്ങനെ ആളുടെ സ്കില്ല് കൊണ്ട് സഹായിക്കുന്നുള്ളതിനെല്ലാം ഉള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ടാണ് നമ്മളെ ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ആർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക്, നാട്ടിൽ നിന്ന് ഇപ്പൊ കോഴ്സ് അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞവർക്ക്, ഈവൻ ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ബട്ട് ഒരു അക്കൗണ്ടിങ് കോഴ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കും പറയുമ്പോൾ നമ്മുടെ ഈ കോഴ്സിൽ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് തൊട്ട് ടാക്സേഷൻ, UAE വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിന്റെ ട്രെയിനിങ്. സോ ഇതെല്ലാം കൂടെ വെറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോളേജ് അല്ലെ. സോ നമ്മൾ പറയുന്നത് നമുക്ക് നോളേജ് ഇൻ ദ സെൻസ് നമുക്കുള്ള നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആണ് നോളേജ് ഉണ്ട്.
വെറും നോളേജും ഈ ഒരു എക്സ്പീരിയൻസ് അത് മാത്രം ഉണ്ടായപ്പോൾ, കാരണം കമ്പനി ആഗ്രഹിക്കുന്ന എന്താ, എക്സ്പീരിയൻസ് അല്ലേ. സോ ആ എക്സ്പീരിയൻസും കൂടെ, ആ എക്സ്പീരിയൻസ് ഈവൻ നിങ്ങൾ അത് പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന, ഇവിടെ ഓൾറെഡി UAE അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ സെഷൻസ് എല്ലാം ലീഡ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഈവൻ ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണെങ്കിലും, കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ് ആണെങ്കിലും, സോഫ്റ്റ്വെയർ ട്രെയിനിങ്, ഇതെല്ലാം ഇവിടെ റിയൽ ആയിട്ട് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ സിറ്റുവേഷൻ ബേസ്ഡ് ഹാൻഡ്ലിങ്, എങ്ങനെയാണ് റിയൽ ടൈം സിറ്റുവേഷനിൽ ഓരോ ഇത് വരുന്നത്. നേരത്തെ ജിഷ്ണു സാർ ചോദിച്ച പോലെ തന്നെ ഇപ്പൊ ഒരു പർച്ചേസ് അല്ലെ, അതിന്റെ ഒരു പ്രോസസ്സ്. സോ അത് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ശരിക്കും ചെയ്യുന്നതെല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് നമ്മുടെ സെഷനിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. സോ അന്നേരത്ത് ഈവൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിചയമില്ലാത്തവർക്ക് പോലും ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസ് എങ്ങനെയാണെന്നും, അത് എങ്ങനെയാണ്, കാരണം നമ്മൾ ഫസ്റ്റ് സെഷനിൽ ബേസിക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു 5 സെഷനായിട്ട് നമ്മളെ ഫ്രം ദ ബിഗിനിങ് അറിയുമ്പോൾ നമ്മൾ ബേസിക് തൊട്ടാണ്, ബേസിക്സ് ആ ടേംസിലുള്ള പോലെ തന്നെ എന്താണ് UAE മാർക്കറ്റ്, എന്താണ് ബിസിനസ്സും, ആ ബിസിനസ്സിൽ എങ്ങനത്തെ നാച്ചുറൽ ബിസിനസ് ആണ് UAE എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തൊട്ട് അതിൽ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രം ദ ജേർണൽ ബിഗിനിങ് അറിയുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതേപോലെ തന്നെ ഗോൾഡൻ റൂൾസ്, അങ്ങനത്തെ നമുക്ക് കുറെ പേര് നമ്മൾ പണ്ട് മറന്നുപോയ കാര്യങ്ങളെല്ലാം റിഫ്രഷ് ചെയ്തുകൊണ്ട് ഒരു ജേർണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ്, ഫൈനൽ അക്കൗണ്ട്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, പിന്നെ ക്യാഷ് ഫ്ലോ എന്താണെന്ന്, ഈ കാര്യമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആദ്യത്തെ 5 സെഷൻ ബേസിക്സ് അക്കൗണ്ട്സിന്റെ ഇതിന്. സോ ആ ഒരു സെഷൻ കവർ ആകുമ്പോൾ തന്നെ ഈവൻ ഒരു ബേസിക്സിലൊന്നും അത്ര നോളേജ്, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നോളേജിന്റെ ഗ്യാപ്പ് നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. സോ എക്സ്പീരിയൻസിന്റെ ഗ്യാപ്പ്, സോ ഈ എക്സ്പീരിയൻസിന്റെ ഗ്യാപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, UAE വാറ്റും കോർപ്പറേറ്റ് ടാക്സിന്റെയും സെഷൻസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടാലി, സോഹോ, ഇതിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ സെഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്നത് UAE സിനാരിയോ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ ദാറ്റ് ടൈം ഈ എക്സ്പീരിയൻസ് ഗ്യാപ്പും നിങ്ങൾക്ക് അവിടെ ഓൾമോസ്റ്റ് ഫിൽ ആവും. സോ ഈ 2 ഇതും ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട നോളേജ് ആവും, UAE ടാക്സേഷൻ നിങ്ങൾ അറിയും. സോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്താണ്, എങ്ങനെയാണ് സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നുള്ള സെക്ഷൻസും കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇവിടുത്തെ മാർക്കറ്റിന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇവിടുത്തെ ബിസിനസ് അല്ലെങ്കിൽ കമ്പനീസ് എക്സ്പെക്ട് ചെയ്യുന്നത്, സോ ആ ഒരു എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾറെഡി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. സക്സസ്ഫുള്ളി നമ്മൾ കുറേ ഓൾമോസ്റ്റ് 1000+ സ്റ്റുഡൻസ് ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ ഈ കോഴ്സുകളിൽ പല സെഷൻസ് മന്ത്ലി നമ്മളൊരു കോഴ്സാണ് നടത്തുന്നത്. സോ ആ ഒരു കോഴ്സിൽ തന്നെ ഓൾമോസ്റ്റ് ആ ഒരു കോഴ്സ് നമ്മൾ പറയുന്ന ഒരു പ്രോപ്പർ ആ സിസ്റ്റം പ്രകാരം പോകുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് അറിയുമ്പോൾ, ആ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു കമ്പനിയുടെ റിക്വയർമെന്റ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ കമ്പനികളുടെ നാച്ചർ എങ്ങനെയാണ്. ഇപ്പൊ കൺസ്ട്രക്ഷൻ അക്കൗണ്ട് ആണെങ്കിൽ ആ നാച്ചുറൽ നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറയും. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഫേമില്, സർവീസിങ് ഫേമിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും. സോ അങ്ങനെ കോമൺ ആയിട്ട് അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യും. സോ ആസ് എൻ ഒരു സിംഗിൾ അക്കൗണ്ടന്റ് നിങ്ങൾ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എൻറ്റയർലി നടക്കുന്ന ഫങ്ഷൻസ് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ സെഷൻസിൽ കവർ ആകുന്നുണ്ട്. സോ മാർക്കറ്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ അക്കൗണ്ടിങ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് വളരെ റയർ ആണ്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവരിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ നിസ്സാരമായ തുച്ഛമായ ഒരു ഇതിലാണ് നമ്മൾ ഈ കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സിൽ നമ്മളെ ഈ ബാച്ചിലൊക്കെ വരുന്നവർക്ക് ഒരിക്കലും അവർക്ക് ഒരു നഷ്ടബോധം വരരുത്. കാരണം ഇതിൽ നമ്മൾ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ടാണ് ഈ ഒരു കോഴ്സുകൾ മുന്നോട്ട് കൊണ്ടുവന്നത്. സോ ഇത് കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഈ പ്രോഗ്രാം. സോ ഈ പ്രോഗ്രാമിൽ തന്നെ ജോയിൻ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാലോ, നാട്ടിൽ നിന്ന് നമ്മൾ പലരും വരുന്നുണ്ട് വന്നിട്ട് എന്താണ് ഇവിടെ റിയാലിറ്റി സംഭവിക്കുന്നത്, 3 മാസം അല്ലെങ്കിൽ 2 മാസം വിസിറ്റ് വിസ എടുത്ത് വരുന്നത്. സോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ചില സമയത്ത് പല ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും. സോ ബട്ട് അവർക്ക് അക്കൗണ്ട്സ് അറിയോ ചോദിച്ചാൽ അറിയാം, പക്ഷെ അവിടെ കമ്പനികൾ ചോദിക്കുന്ന ആ സ്കില്ല് അല്ലെങ്കിൽ ആ എക്സ്പെക്ടേഷന് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാറില്ല. കാരണം അവർ വിചാരിച്ചത് നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഞാൻ BCom കഴിഞ്ഞ് വന്നാൽ കിട്ടും. പക്ഷെ ഇവിടെ റിയാലിറ്റി അതല്ല. അത് നമ്മുടെ ഈ കോഴ്സിൽ തന്നെ ഓരോ സെഷൻസ് കഴിയുമ്പോഴും ആ സെഷൻ കഴിയുമ്പോൾ തന്നെ ആ ഒരാള് ഫുള്ളി ഫ്ലെഡ്ജഡ് ആവും. അയാൾക്ക് ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും, ആ ഒരു
ജോബ് ആ മാർക്കറ്റിൽ അടുത്ത ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും ആ ഇന്റർവ്യൂവിൽ വരുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് പോലും നമ്മൾ ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് ബാക്കിയുള്ളവർക്കും അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടും. സോ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്റർവ്യൂ സെഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കോൺഫിഡൻസ്, പ്രാക്ടിക്കൽ നോളേജ് യുടെ നമ്മുടെ ടാക്സേഷനും പ്ലസ് എങ്ങനെയാണ് ഓരോ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ സെക്ഷൻസും, ഈവൻ റിസീവബിൾസ് മാനേജ്മെന്റ്, പേബിൾസ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ മുതലാളി ചോദിക്കാണ് എവിടെയാണ് പ്രോഫിറ്റ്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇത്ര പ്രോഫിറ്റ് കാണിക്കുന്നത്, ക്യാഷ് ഇല്ല, അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന രീതിക്ക് നിങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ആ ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഒരു ക്യാപ്സുൾ രൂപത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, വെൽ എക്വിപ്പഡ് ആക്കി നമ്മൾ മാറ്റുന്നുള്ളത് 100% നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. കാരണം അതുപോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാം. സോ ഇവിടെ നിലവിൽ യുഎയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞ്, ഓക്കെ, യുഎയിൽ ജോബ് അന്വേഷിക്കുന്നവരുണ്ടെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ. സോ നിങ്ങൾ യുഎയിൽ വരുമ്പോ നോർമലി ഇതിൽ കുറെ പേര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോ ഇവിടെ നമുക്ക് യുഎയിലേക്ക് ഇനി ഓൾറെഡി വരാൻ പ്ലാൻ ചെയ്യുന്നവരും നിലവിലുള്ളവർക്കും മനസ്സിലാക്കാം. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ 2 വഴിയിലാണ് നമുക്ക് ജോബ് കിട്ടുക അല്ലെ. ഒന്ന്, നല്ല സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥ വരും. 2 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരെന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് ഒരു ജോബ് അവർക്ക് കിട്ടുന്നത് അല്ലെ. സോ ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല. സോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കിട്ടുക അല്ലെ. അതിന് കാരണം എന്താ, പ്രിപ്പറേഷൻ ഇല്ലാതെ വരിക എന്നുള്ളതാണ് ആ സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം അല്ലെ. പക്ഷേ ഇവിടെ നമ്മുടെ ഈ അക്കൗണ്ടിങ് കോഴ്സ്, ഈ ജോബ് ഹണ്ടിങ് പ്രോഗ്രാം കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ഈ സ്ട്രഗിൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ പിന്നെ നമുക്ക് 2 തരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും അല്ലെ. ഓൾറെഡി ഇവിടെ വന്ന് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ അക്കൗണ്ട്സ് ഉണ്ട്, ഇതിന്റെ ടിക്കറ്റ് എടുത്ത് കയറുന്നു, ഇവിടെ വരുന്നു, ഇവിടെ അന്വേഷിക്കുന്നു, കിട്ടും എന്നുള്ള ഒരു മൈൻഡ് സെറ്റും, ഒപ്പം തന്നെ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. സോ ആ വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവരെ എത്രത്തോളം എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഇന്റർവ്യൂ അവർ പോകാൻ നേരത്ത് ഓൾറെഡി ഒരു 100 ആൾ ഇന്റർവ്യൂ ഉണ്ട്, അവർ വറീഡ് ആവാതെ ആ ഇന്റർവ്യൂ കൂളായിട്ട് അറ്റൻഡ് ചെയ്ത് എങ്ങനെ അവർ എത്രത്തോളം അവർക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ദുബായിൽ ജോബ് കിട്ടാവുന്നത് ഒരിക്കലും ലക്ക് കൊണ്ടെന്നല്ല, അത് ഒരിക്കലും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. വെൽ പ്രിപ്പറേഷൻ പറയുമ്പോൾ ഇവിടെ ഹൈലി കോമ്പറ്റേറ്റീവ്, ഈവൻ നിങ്ങൾ എത്ര സർട്ടിഫൈഡ് ആണെങ്കിലും എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും ഇവിടെ വരണമെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇവിടുത്തെ ടാക്സേഷൻ, ഇവിടുത്തെ അക്കൗണ്ടിങ് ഫേമിൽ എന്താണ് റിയാലിറ്റി നടക്കുന്നുള്ളത് യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഈച്ച് ആൻഡ് എവറി കൺട്രി, ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളുണ്ടാവും. ഇവിടെ പറയാൻ സുഖമായിരിക്കും, കുറെ പേര് പറയും UAE VAT അല്ലേ 5% അല്ലേ ഉള്ളൂ, കോർപ്പറേറ്റ് ടാക്സ് 9% ഉള്ളൂ. പക്ഷെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാം. പെർസെന്റേജ് വൈസില് ടാക്സ് ഏറ്റവും ലോ ടാക്സ് കളക്ട് ചെയ്യുന്ന കൺട്രിയാണ് UAE ആണെങ്കിലും UAEയുടെ കോംപ്ലൈൻസ്, ടാക്സേഷന്റെ കോംപ്ലൈൻസും ട്രാൻസ്പാരൻസി, ബിസിനസിനെ ട്രാൻസ്പാരന്റ് ആക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് UAE ഗവൺമെന്റ് അത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് കോംപ്ലൈൻസിൽ UAE ഗവൺമെന്റ് വെരി സ്ട്രിക്റ്റ്. അതിന്റെ ഭാഗമായി ഇപ്പൊ പ്രോപ്പർ ആയിട്ട് നമുക്ക് VAT 5% അറിയാന്ന് പറഞ്ഞ ഒരാൾ വന്ന് ജസ്റ്റ് അക്കൗണ്ടിങ് ഇന്റർവ്യൂവിൽ പറയുമ്പോൾ മുതലാളിയുടെ ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ പറയുന്ന കമ്പനിയിൽ എനിക്ക് VAT അറിയാം, 5% അറിയാം. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആള് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അന്നേരത്തെ അദ്ദേഹം ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഈ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഓവർ കോൺഫിഡന്റ് ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചാൽ ഇവിടുത്തെ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ചില ഇന്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ നമ്മളെ കൂടുതൽ അവർ സ്ക്രീൻ ചെയ്യുന്നത്, നമുക്കത് പ്രോപ്പർ ആയിട്ട് ഇവിടുത്തെ റൂൾ അറിയോ, ഇവിടുത്തെ കാര്യങ്ങൾ അറിയോ എന്നുള്ളതെല്ലാം അവർ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. സോ ഇതെല്ലാം അറിയാതെ വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെർവസ് ആവുന്നതും സ്ട്രഗിൾ ആവുന്നതും. വൺസ് വെൽ എക്വിപ്ഡ് ആയിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യുന്നത്, ഈ ജോബ് കിട്ടും. കാരണം അതിന്റെ ഒരു സ്ട്രാറ്റജി, അതിനൊരു പാത്ത് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വിർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് നടത്തുന്ന ഈ അക്കൗണ്ടിങ് ജോബ് ഹണ്ടിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ ഇത് ഒരിക്കലും ഒരു കോഴ്സ് ആയിട്ടല്ല നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതൊരു ജോബ് നേടാനുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് ആ ഒരു 15 ദിവസത്തെ സെഷൻ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഈവൻ ഇൻ ബിറ്റ്വീൻ അതിന്റെ ഇന്റർവ്യൂസിൽ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വന്നു തുടങ്ങും. സോ നമ്മൾ ഒരിക്കലും ഒരു തിയറോട്ടിക്കൽ ഇതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
പക്ഷെ എങ്ങനെയാണ് ആക്ച്വലി യു എയിൽ എന്ത് ചെയ്യുന്നത് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നുള്ളത്? സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? നേരത്തെ ഒരു വ്യക്തി ചോദിച്ചായിരുന്നു ഇവിടെ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കും. അത് തീർച്ചയായും ഒരു കമ്പനി ഒരിക്കലും അക്കൗണ്ടന്റ് ഇന്റർവ്യൂ ചെയ്തിട്ട് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യല്ല ചെയ്യുക. ജിഷ്ണു സാർ പറഞ്ഞ പോലെ തന്നെ എന്താണോ നമ്മൾ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് ആഭിമുഖ്യം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുമായിരിക്കും. കാരണം നമ്മൾ പറയുകയാണ് നമ്മൾ റെസ്യൂമിൽ എഴുതിയ കൊണ്ട് മാത്രം അതാവില്ല. സോ അത് ചെയ്യാൻ അറിയാവുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ എക്സലിൽ അത്യാവശ്യം വേണ്ട ഫങ്ഷൻസ് അത് നിർബന്ധമായിട്ട് അറിയാം. അഡ്വാൻസ്ഡ് എക്സലിന് അറിയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അതേപോലെ തന്നെ പ്രോപ്പർ റിപ്പോർട്ടിംഗ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെയാണ് മാനേജ്മെന്റിന് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ, കാരണം മാനേജ് ഡെയിലി റിപ്പോർട്ടിംഗ്, മന്ത്ലി റിപ്പോർട്ടിംഗ്, വീക്ക്ലി റിപ്പോർട്ടിംഗ്, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ധാരണ ഉണ്ടായി. കാരണം മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യും എങ്ങനെയാണ് നിങ്ങൾ റീകൺസിലൈസേഷൻ ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്ത് പ്രോപ്പറായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സെഷൻസിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാമിൽ പറ്റി ഇതാണ് പറയുന്നത്. സോ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി പണ്ടത്തെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്നവരെ വെച്ച് ഓൾറെഡി കോമ്പറ്റീറ്റേഴ്സ്, ഈവൻ നിങ്ങളുടെ മുന്നിൽ ഒരു CMA ക്വാളിഫൈഡ് ആയ ആൾ വരികയാണ്, ആൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ നിങ്ങൾ നമ്മുടെ ഈ കോഴ്സ് ചെയ്തിട്ട് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. കാരണം നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോഴ്സ് നമ്മൾ ലീഡ് ചെയ്യുന്നത് ഇവിടെ ഓൾറെഡി UAE എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഫാക്കൽറ്റീസ് ആണ് ലീഡ് ചെയ്യുന്നത്. സോ അന്നേരത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ റിയൽ നടക്കുന്ന സംഭവങ്ങളും ഈവൻ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാലും നമുക്കൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ വർക്കിനെ ബാധിക്കാതെ നിങ്ങൾക്ക് അവിടെ നമുക്ക് എന്ത് സ്റ്റക്ക് വരുമ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ അങ്ങനെയുള്ള സപ്പോർട്ടുകളും നമുക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും UAE ജോബ് നോക്കുന്നവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിപ്പയർ ആയിട്ട് തന്നെ നോക്കുക. സോ അന്നേരത്ത് നിങ്ങളുടെ പൈസയും ഒന്നും വേസ്റ്റ് ആവില്ല. നമ്മൾ സോ കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആദ്യം നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടുത്തെ സിനാരിയോ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടാക്സേഷൻ ഇവിടുത്തെ അത് ഓരോ വർഷങ്ങൾ കൂടുന്തോറും UAE എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കൺട്രോൾ സ്റ്റേജിലോട്ട് പോകുന്നുണ്ട്. സോ അതിന്റെ ഭാഗമാണ് 2018 നമ്മൾ പറഞ്ഞ പോലെ UAE വാറ്റ്, അതിനുശേഷം 2022 എന്താ കോർപ്പറേറ്റ് ടാക്സ് വന്നു അല്ലെ? സോ ഇപ്പൊ 2026 പൈലറ്റ് ഫേസിലായിട്ട് എന്ത് ഈ ഇൻവോയ്സിംഗ് സിസ്റ്റം UAE ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ മോർ ബിസിനസ്സുകൾക്കെല്ലാം സോ ഇനി വരുന്ന ഒരു ഇയറും കൂടി കഴിയുമ്പോഴും വീണ്ടും അക്കൗണ്ട്സ്, കാരണം UAE കോർപ്പറേറ്റ് ടാക്സിൽ നമുക്കൊരു ബിസിനസ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, സ്മോൾ ബിസിനസ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു റിലീഫ് ഇവിടുത്തെ FTA അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു ലിമിറ്റഡ് പീരീഡിലോട്ടാണ് അനുവദിച്ചേക്കുന്നത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായിട്ടും ഈവൻ ഇപ്പോഴും പറയുന്നുണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ അന്നേരത്ത് ഇവിടെ എന്ത് ചെയ്യും, ജോബ് വാക്കൻസി വീണ്ടും കൂടും. സോ അന്നേരത്ത് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ഇവിടുത്തെ ഇന്റർവ്യൂയുടെ ഇവിടെ കമ്പനികൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്ത് ചെയ്യും, അവരുടെ എക്സ്പെക്ടേഷൻ കൂടും അല്ലെ? അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു P&L റീഡ് ചെയ്യുക, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമ്മുടെ ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ സെഷൻസ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് ഇപ്പൊ ഞാൻ UAE നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരുന്നത്. സോ ഈ ഇൻവോയ്സിംഗ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ലെവലാണ് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം എന്ത് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഇൻവോയ്സിങ് നോർമൽ ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഇത് വരുന്നത് ഒരു മെഷീൻ റീഡിംഗ് ഫോർമാറ്റിലുള്ള ഇൻവോയ്സസ്. സോ നോർമൽ PDF അങ്ങനത്തെ എല്ലാം പറ്റാതെ XML JSON ഫോർമാറ്റിൽ വരുന്ന ഒരു ഇൻവോയ്സിംഗ് സിസ്റ്റമാണ്. സോ ഗവൺമെന്റ് ഡയറക്ട്ലി മോണിറ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ ഇതെല്ലാം ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെ? സോ അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഇന്റർവ്യൂവിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനും ആ ഒരു കമ്പനിയുടെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. ഇന്റർവ്യൂവിൽ ഈസി ആയിട്ട് തന്നെ സ്ട്രെസ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്യാനും അതിൽ സെലക്ട് ആവാനും നല്ലൊരു കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാർ എനിക്ക് ഡൗട്ട് അല്ലേ കാര്യം പറയാനാണ്. പറഞ്ഞു. സാർ ഈ കറണ്ട് സിനാരിയോയിൽ UAE വരുന്ന പോസിബിൾ ആണോ? ഇപ്പോഴത്തെ സിനാരിയോ ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. UAE ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2008 ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു വേൾഡിൽ, അറിയാവോ? സോ അന്നേരത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഫൈനാൻഷ്യലി ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. UAEയും സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ UAE അതിൽ നിന്നെല്ലാം കരകയറിയിട്ടുണ്ട്. പറയുമ്പോൾ ഇവിടെ ഒരു എക്സ്പോ സംഘടിപ്പിച്ചായിരുന്നു
വേൾഡിലെ എല്ലാ രാജ്യങ്ങളുടെയും ശ്രദ്ധകൾ ക്ഷണിച്ച് ആ എക്സ്പോയില് യു എയുടെ പവർ എന്താണെന്നും യു എ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ യു എ എന്നുള്ളതെല്ലാം യു എ അവിടെ ഇതാക്കി അതിന് ഡെവലപ്പായി. അതിനുശേഷം ലോകത്തിൽ തന്നെ എല്ലാവരും ബുദ്ധിമുട്ടി അടുത്തൊരു ഇത് തന്നെ യു എയിൽ പാനഡമിക് കോവിഡ് എന്ന് പറഞ്ഞൊരു പാനഡമിക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അന്നേരത്തും യു എ എന്ത് ചെയ്തു, സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ യു എ വൈകാതെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് യു എയില് ഫൈനാൻഷ്യൽ പറയുമ്പോൾ കമ്പനികളുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇപ്പോൾ എസ്പെഷ്യലി ഇത് ഇനിഷ്യലി ബാധിക്കുന്നത് ലോജിസ്റ്റിക് അല്ലെ, ലോജിസ്റ്റിക് അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ ഫീൽഡുകളാണ് ഇനിഷ്യലി ഇത് ബാധിക്കാൻ പോകുന്നത്. സോ അന്നേരത്ത് ഏതൊരു രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമ്പോഴും ഇനിഷ്യലി ബാധിക്കുന്ന ഗ്യാസ് ഇല്ലേ, സോറി ഗ്യാസ് ഫീൽഡ് ഇല്ലേ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓക്കെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് ബാധിക്കും. അതെ അത് ബാധിക്കും. സോ ഞാൻ പറയുന്നത് ഇനിഷ്യലി ഈ ഒരു നമ്മൾ അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ബാധിക്കാൻ നേരത്ത് സോ നോർമലി കമ്പനികളെ ഹയറിങ് കുറക്കും. പക്ഷെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ മെയിൻ ഘടകമാണ്, മനസ്സിലായ? ഒരു സ്ഥാപനത്തില് അക്കൗണ്ടിങ് ആ സ്ഥാപനത്തിന്റെ മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കഴിഞ്ഞാൽ വരുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ റോള്. കാരണം ആ സ്ഥാപനത്തിന്റെ എൻറ്റയർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ അന്നേരത്ത് ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെ, ട്രാവലിംഗ് റെസ്ട്രിക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പനികൾ എന്ത് ചെയ്യുന്നത് കുറച്ച് നാട്ടിൽ നിന്ന് വരുന്നവരെ ഹോൾഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉള്ളവർക്ക് ഇന്റർവ്യൂസ് എല്ലാം സ്ട്രിക്റ്റ് ലിമിറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു താൽക്കാലികം മാത്രമാണ്. സിറ്റുവേഷൻ നമുക്ക് ബെറ്റർ വരും എന്ന് പ്രതീക്ഷിക്കാം. സോ ബെറ്റർ വരാൻ നേരത്തെ, കാരണം ഇവിടെ ഈ വാർ നടക്കണ ഇപ്പൊ ബാക്കി ഡേ ടു ഡേ ലൈഫെല്ലാം നോർമൽ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മീഡിയാസിൽ പറയുന്ന പോലെ ഓവർ എഫക്ട് ആയിട്ടില്ല. പക്ഷെ ഫൈനാൻഷ്യൽ ഒരു ക്രൈസിസ് വരുമ്പോൾ എന്തായാലും ഫൈനാൻഷ്യലി എഫക്ട് ആവും. പക്ഷെ അത് ലേറ്റർ ആയിരിക്കും. പക്ഷെ അതിനെ കുറിച്ച് പറയാം. പക്ഷെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതില് യു എയിൽ വരണം എന്നില്ല. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്, നാട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ഈ കോഴ്സ് യു എയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല, നാട്ടിൽ നിൽക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഈ കോഴ്സ് കിട്ടുക. കാരണം നാട്ടിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് നമ്മൾ വരുന്ന നേരത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന അതിലെന്താണ് കറക്ഷൻസ് നോക്കി അടുത്തതിലോട്ട് പോകാനുള്ള ഒരു നിങ്ങൾക്കൊരു ഈസി ആയിട്ട് പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ തരുന്നത്. സോ നിങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽ എക്വിപ്ഡ് ആൻഡ് പ്രിപ്പയർഡ് ആക്കാണ്. സോ അന്നേരത്ത് നിങ്ങൾക്ക് ഇവിടെ വരാൻ നേരത്തെ ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവത്തില്ല. സോ ഏറ്റവും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നാട്ടിൽ നിൽക്കുന്നവർക്ക് ബെറ്റർ ഇതാണ്. കാരണം നമ്മുടെ പ്രൈസിങ്ങും ബെറ്റർ ആണ്. അത് ആദ്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹലോ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാരണം നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ വേണമെന്ന് പറയാൻ കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും കമ്പനീസ് എന്ത് ചെയ്യും, അവർക്ക് പെട്ടെന്ന് ട്രെയിനിങ് തരും. പക്ഷെ ചില കമ്പനികൾ എന്ത് ചെയ്യും, ഫുള്ള് നമ്മളെ ബാക്കിൽ നിന്ന് ഫുള്ള് നമുക്ക് പഠിപ്പിച്ചു തരാനൊന്നും സമയം ഉണ്ടാവത്തില്ല. സോ അന്നേരത്ത് അങ്ങനത്തെ കമ്പനികൾ ഇന്റർവ്യൂ പോകുമ്പോൾ അവർ എന്ത് ചെയ്യും, അതിലെല്ലാം അവരുടെ റിക്വയർമെന്റ്സ് മാച്ച് ആവുന്ന ആൾക്കാരെ മാത്രമേ എടുക്കത്തുള്ളൂ. സോ അന്നേരത്തും ഈ ട്രെയിനിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രിപ്പറേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ആദ്യ ഡൗട്ട്സ് ആർക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. Okay. So thank you, sir. Thank you for your contribution. സാറേ Asham, സാറേ ഒരു ഡൗട്ട്. പറഞ്ഞു. സാറേ ID റെപ്യൂട്ടഡ് കമ്പനീസ് ഇല്ലേ, എങ്ങനെ? യു എയിൽ ID റെപ്യൂട്ടഡ് കമ്പനീസ്? അതെ, പറഞ്ഞു. അപ്പൊ അതില് മറ്റേ ബഞ്ച് ഓഫ് CVs ഉണ്ടാവും, മിനിമം 5000 CVs ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. പറഞ്ഞു. റെഫറൻസ് ഇല്ലാതാണ്ട് എത്തില്ല പറഞ്ഞു നമ്മള് CV. അത് ശരിയാണോ? അത് എങ്ങനെ? റെഫറൻസ് വേണം പറയുന്നുണ്ട് അതിന് അവിടേക്ക് എത്താൻ. റെഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ റെഫറൻസ് സിസ്റ്റം പോസിബിലിറ്റി, റെഫറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ റെഫറൻസ് മാത്രം ഉണ്ടായ ഇന്ന് അക്കൗണ്ട്സിന്റെ ഇതിൽ എനിക്ക് ഇപ്പോ ജോബ് സെറ്റാക്കാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഹൈലി സ്ട്രിക്റ്റ് ആണ്. ഏത് ഇവിടുത്തെ കോംപ്ലൈൻസ്. ഇപ്പൊ നിങ്ങൾ BCom ഉണ്ട്, നാട്ടിലൊരു എക്സ്പീരിയൻസും ഇല്ല, നിങ്ങൾക്ക് ഇവിടുത്തെ UA VAT അറിയില്ല, കോർപ്പറേറ്റ് ടാക്സ് അറിയില്ല.
പക്ഷെ ഞാൻ നിങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓൾറെഡി ഉള്ള ഒരു ഫ്രണ്ട് ഒരു സ്റ്റാഫ് പറയാണ് ഞാൻ നാട്ടിൽ നിന്ന് ഒരാളുണ്ട്, ആള് ബികോം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളെന്ത് ചെയ്യാം, എന്നാ കൊണ്ടുപോകാം, നമുക്ക് ജോബ് കൊടുക്കാം, കുഴപ്പമില്ല, നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതാണ് വാറ്റ് കാര്യങ്ങൾ വരുന്ന മുമ്പ്. സോ വാറ്റ് വന്നതിന് ശേഷം, കോർപ്പറേറ്റ് ടാക്സ് വന്നതിന് ശേഷം ഈ ഒരു ട്രെൻഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ എന്ത് റെക്കമെൻഡ് ഉണ്ടെങ്കിലും അവർക്ക് ക്വാളിഫിക്കേഷൻ, ടെക് സ്കിൽ ബേസ്ഡ് അറിയുമ്പോൾ പ്രാക്ടിക്കൽ നോളേജ് അറിയുമ്പോൾ ഇവിടുത്തെ ടാക്സേഷന്റെ നോളേജ് പ്രാക്ടിക്കൽ വൈസ് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ അവർക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളാണ് അസസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വന്നത്. സോ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് സന്തോഷപൂർവ്വം പറയാൻ കഴിയും 1000+ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ആക്കിയിട്ടുണ്ടെന്നുള്ളത്. സോ അവരുടെയൊക്കെയുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ ഇത് ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നത് കണ്ടിന്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. സോ പിന്നെ സാർ വർക്ക് ചെയ്യണ റെഫറൻസ് ഇന്ത്യൻ കമ്പനിയാണോ? ആരാ സാർ വർക്ക് ചെയ്യണ ഇന്ത്യൻ കമ്പനിയാണോ വർക്ക് ചെയ്യുന്നത്? മനസ്സിലായില്ല. ഇന്ത്യൻ കമ്പനിയിലാണ്, യുഎഇത്തെ ഇന്ത്യൻ കമ്പനിയാണോ? ഞാൻ മറ്റു വർക്ക് കമ്പനിയാണോ? ചെയ്യുന്നത് ഇന്ത്യൻ മാനേജ്മെന്റ് ആണ്. അതെ, ഇന്ത്യൻ എന്തേ? മാനേജ്മെന്റ് പോരാന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും സംസാരമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. കാരണം പലതും പറയും, അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പോരായിരിക്കും, അന്നേരത്തെ മാനേജ്മെന്റിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഡിപ്പെൻസ് ആണ്. കാരണം ഇവിടെ ബിസിനസ് അത് നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഇതനുസരിച്ചായിരിക്കും. നമുക്ക് മാനേജ്മെന്റ് എങ്ങനെയാന്ന് നമുക്ക് കണ്ടത് അറിയാൻ പറ്റും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്ത്യൻ മാനേജ്മെന്റ്, ഇവിടെ UAE മെജോറിറ്റി ബിസിനസ് റൺ ചെയ്യുന്ന ഇന്ത്യൻ മാനേജ്മെന്റ്സ് ആണ്. അത് ആദ്യം മനസ്സിലാക്കണം. സോ പലതും പറയും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ, നല്ലൊരു കരിയർ അല്ലെ. അവര് മോശമാണോ അവര് നല്ലതാണോ നോക്കി നടക്കല്ലല്ലോ നമ്മള് പണി. നമ്മുടെ ജോബ് എന്താ, നമുക്ക് ഇവിടെ വരുന്ന എന്തിനാ, ഇവിടെ ജസ്റ്റ് വന്ന് കാലാകാലം ഇങ്ങനെ ഓരോ മാനേജ്മെന്റിന് തപ്പി നടക്കല്ലല്ലോ. നമുക്ക് വേണ്ട നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാട്ടിൽ നിന്ന് നമ്മളെ റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ വേർപിരിഞ്ഞ് ഇവിടെ വന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന എന്തിനാ, നമ്മൾ വെൽ സെറ്റിൽഡ് ആവാനും ഫൈനാൻഷ്യലി സെറ്റിൽ ആവാനും ഒപ്പം തന്നെ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനും അല്ലെ. നമ്മുടെ പ്രൊഫഷണൽ, നമ്മൾ പറയുന്നത് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആണ് അല്ലെ. സോ ആ പ്രൊഫഷണലിന്റെ വാല്യൂ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്, ഓരോ കാര്യങ്ങളും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ മാനേജ്മെന്റ് മോശമാണെങ്കിൽ അടുത്തതിൽ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും, ഓ ഈ കാര്യങ്ങൾ മാനേജ്മെന്റ്. സോ അതെല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് അടുത്ത് എല്ലാവർക്കും കംഫർട്ട് സോൺ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഹൈലി കോമ്പറ്റീറ്റഡ് മാർക്കറ്റ് ആണ്. സോ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് നോളേജ് പ്ലസ് സ്കിൽ പ്ലസ് ടാക്സേഷൻ നോളേജ്, ഇവിടുത്തെ ടാക്സേഷൻ ഇതിന്റെ സ്കില്ല്, ഇതെല്ലാം കൂടി വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇന്നത്തെ സിനാരിയോയിൽ ഇവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ. വേറെ ഓക്കെ ആർക്കെങ്കിലും? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെഷന്റെ ലാസ്റ്റ് Q&A സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു ആസാദ് സർ. Okay. Asad sir is one of the faculty for this program, and sir ആണ് ബേസിക് അക്കൗണ്ട്സിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് എടുക്കുന്നത്. അതുപോലെ വേറൊരു ഫാക്കൽറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ സാറ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഇപ്പോൾ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഒരു ഫോമിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. സോ അത് ഈ ഒരു സെഷനിലുള്ള എല്ലാവരും ആ ഫോം ഫില്ല് ചെയ്യണം കേട്ടോ. ബിക്കോസ് ആ ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇപ്പൊ തന്നെ ആ ഫോം ഫില്ല് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഫോം ഫില്ല് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഒരു 5 minutes കൊണ്ട് ആ ഫോം എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫില്ല് ചെയ്യാത്തവര് ഫില്ല് ചെയ്തോളൂ. തന്നെ ചെയ്തിട്ട് ഡൺ എന്ന് പറഞ്ഞോ. അപ്പോൾ നമുക്ക് ബാക്കി ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ, കുറെ പേരൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. നിങ്ങൾ എല്ലാവരും ആ ഫോം ഫില്ല് ചെയ്തു എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ, എന്നാലേ നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ബാക്കി ഡിസ്കഷൻസ് അല്ലെങ്കിൽ Q&A സെഷൻ, അതായത് ഇപ്പോ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നെക്സ്റ്റ് ഫാക്കൽറ്റി ആയ ജിഷ്ണു സാറിന്റെ അടുത്ത് ചോദിക്കാം. അപ്പോ ജിഷ്ണു സാർ നിങ്ങളെ ഇപ്പോ കണക്ട് ചെയ്യും. ഓക്കെ സർ. ഹലോ. പറഞ്ഞോളൂ. യെസ് സർ. സാർ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു ഇത്രയും സെഷനിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന് അടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് എന്ത് കാര്യം ഉണ്ടെങ്കിലും സാറിന് അടുത്ത് ചോദിക്കാം. ഓക്കെ. ഇതിനകത്ത് ആദ്യം മാർക്കറ്റിംഗിന്റെ ഇവിടുത്തെ കറണ്ട് മാർക്കറ്റിംഗ് സിറ്റുവേഷൻ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ UAE സിറ്റുവേഷനിൽ റിക്രൂട്ട്മെന്റ് പൊതുവെ ചെറുതായിട്ട് സ്ലോ ആയിട്ട് ഇരിക്കുകയാണ്. അതായത് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ പൊതുവെ UAE ഒരു ഏപ്രിൽ മുതൽ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ നിലവിൽ റിക്രൂട്ട്മെന്റുകൾ കുറവാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ കറണ്ട് വേർ സിറ്റുവേഷൻ കാരണം കൊണ്ട് റിക്രൂട്ട്മെന്റ് ലാഗ് ആവുന്നുണ്ട്. അത് മാത്രമാണ് ഇപ്പൊ ഇവിടെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ പറയണത്. പക്ഷെ നിങ്ങളിപ്പോ ഈ നാട്ടിലാണെങ്കിലും ശരി ഇവിടെയാണെങ്കിലും ശരി നമുക്ക് ജോബിന് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ജോബിന്റെ ഒരു പ്രിപ്പറേഷൻസ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ടൈം അല്ലെങ്കിൽ ഒരു റൈറ്റ് ടൈം എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കഴിഞ്ഞ ഏകദേശം 3-4 വർഷമായിട്ട് ഞാൻ UAE അതുകൂടാണ്ട് ഓഡിറ്റിംഗ് അക്കൗണ്ട്സും ഫീൽഡിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലെ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ പ്രൊഫഷണൽ സ്കില്ലുകൾ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇത് വരുന്നത്. ഇപ്പോൾ UAE പോലും ഇപ്പോൾ ഇപ്പോഴത്തെ വാർ സിറ്റുവേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും പല കമ്പനികളിലും റിക്രൂട്ട്മെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആ റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു ആർ അവൈലബിൾ ഇൻ UAE ആൻഡ് ദേ ആർ റെഡി ടു ജോയിൻ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളൊരു സ്റ്റേജിലുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബിന്റെ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ലാഗ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എന്താ പറയുക വേറിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് ചില ഗവൺമെന്റ് ഓഫീസുകളൊക്കെ നമുക്കിപ്പോൾ തൽക്കാലം ജസ്റ്റ് ക്ലോസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലോസ്ഡ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് ടൈം ഒക്കെ കുറച്ചിട്ടുണ്ട്. നേരത്തെ 6 hours എന്നുള്ളത് ഇപ്പോൾ 3 hours 2 hours ഇവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദി അപ്രൂവൽ അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്ങിന്റെ അപ്രൂവലിൽ ചെറിയ ഡിലേ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിൽ റിക്രൂട്ട്മെന്റ് കുറഞ്ഞു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ബട്ട് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നല്ല രീതിയിലും പല കമ്പനികളിലും നടക്കേണ്ടത്, എസ്പെഷ്യലി മൾട്ടിനാഷണൽ കമ്പനീസുകളിൽ നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് എൻ്റെ കുറച്ച് കൊളീഗ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ റീസെന്റ് ജോയിൻ ചെയ്ത് പുതിയൊരു കമ്പനിയിലേക്ക് മാറാൻ നിന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ വരികയും പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടും അവരെ പല കമ്പനികളും ഹയർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആകെ ഒരു പ്രശ്നത്തിൽ ചെറുതായിട്ട് നിൽക്കണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിസ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവർക്ക് ചെറിയൊരു ഡിലേയിൽ നിൽക്കുന്നത്. ബട്ട് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഇവിടുത്തെ ഗവൺമെന്റ് അത് വേവ് ഓഫ് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ. കാരണം വേവ് ഓഫ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ തീരുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്ക് പീരീഡ് തീരുവോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാലും പെനാൽറ്റി ഒന്നും ചാർജ് ചെയ്യാണ്ട് ഇപ്പോൾ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരാനാണെങ്കിൽ പോലും വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട എല്ലാ സപ്പോർട്ടുകളും നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഫാക്കൽറ്റി ആയിട്ടുള്ളതെല്ലാം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇവിടെ UAE അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിനിങ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും എങ്ങനെയാണ് ഇവിടെ അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലെ അക്കൗണ്ട്സിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർ പോലും ഇവിടെ വന്നിട്ട് പല പ്രശ്നങ്ങളും നേരിട്ടവരുണ്ട്. അക്കൗണ്ട്സിന്റെ ബേസ് എല്ലായിടത്തും സെയിം ആണെങ്കിലും അതിന്റെ വേ ഓഫ് പ്രസന്റേഷൻ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ പോലും ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ആ കമ്പനിയുടെ പോളിസീസും ആ കമ്പനിയിലുള്ള ഇന്റേണൽ സിസ്റ്റംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്
നമുക്ക് കുറച്ച് സമയം എടുക്കും, എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും. അതേ രീതി തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും. അപ്പോൾ നിങ്ങളിപ്പോൾ വേറെ എവിടെ പോയാലും അല്ലെങ്കിൽ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതെങ്കിലും എടുത്താലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലോ അല്ലെങ്കിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നല്ല, അവർ അവരുടേതായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ, അതായത് പെട്ടെന്ന് യു എയിൽ കയറി വന്നിട്ട് എത്രയും പെട്ടെന്ന് ഒരു ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ജോബ് കിട്ടാനുള്ള ഒരാൾ ശ്രമിക്കുന്നതാണെങ്കിൽ ഈ 15 days പ്രോഗ്രാം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. യൂട്ടിലൈസ് ചെയ്തതിൻ്റെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേഴ്സണലി എനിക്കും കുറേ റിവ്യൂസ് കിട്ടാറുണ്ട്. അതുകൂടാണ്ട് മറ്റുള്ള ഇവിടെ ഫാക്കൽറ്റീസിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടാറുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങൾ ഗൂഗിൾ പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളത് കിട്ടും. പിന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലെ എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞിട്ട് പല സിറ്റുവേഷൻസിലും പലരുടെയും CVസും അല്ലെങ്കിൽ പലരുടെ സാലറി ഡൗൺ ആക്കി കാണിക്കാറുള്ള ഒരു സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സോഹോയിൽ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ വാറ്റ് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാറ്റിൻ്റെ ഏതൊക്കെ മേഖലകളാണ് നമുക്ക് ഇവിടെ കവർ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയും കൂടിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഏത് സെക്ഷനിൽ നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുക നമ്മുടെ പ്രിവിലേജ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഇവിടുത്തെ നമ്മുടെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്തൊക്കെയാണ് കവർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. സർ, അനു ചോദിച്ചിട്ടുണ്ട്, അനുവിന് 4 years എക്സ്പീരിയൻസ് UAE ഉണ്ട്, ബട്ട് 1 year ആയിട്ട് നാട്ടിലാണ്. സോ ഒരു കരിയർ ഗ്യാപ്പ് ഉള്ളത് CV-യിൽ കാണിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ചാറ്റ് ബോക്സിൽ. അനു ഓക്കെ, ഞാൻ കണ്ടായിരുന്നു. അനു, ഓക്കെ. അതിന് നാട്ടിലിപ്പോൾ പോയ എന്തെങ്കിലും റീസൺ കൊണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മേജർ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. ഈ ഗ്യാപ്പ് നമുക്ക് കൃത്യമായിട്ട് ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയാൽ അത് നല്ല രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും UAE-യിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നേ വർക്ക് ചെയ്ത കമ്പനീസിൽ നല്ല കോൺടാക്റ്റോ കണക്ഷൻസുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എക്സ്പീരിയൻസ് കവർ ചെയ്ത് വെക്കാം. ബട്ട് ദ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ CV അല്ലെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ഇത്ര ലാഗ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് നാട്ടിൽ പോയത്, നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാണ്, ഇപ്പോൾ മാരേജോ അല്ലെങ്കിൽ മെറ്റർനിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകാം. അപ്പോൾ നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ പോയിട്ട് പ്രസന്റ് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, ഇന്ന റീസൺ കൊണ്ട് എനിക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ഇത്ര നാൾ എൻ്റെ അക്കൗണ്ട്സുകളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഒരു ടച്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുകയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പറയുന്നത്. ഒരിക്കലും നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് കള്ളം പറയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയുന്നത്. കാരണം നമ്മളൊരു കള്ളം പറഞ്ഞു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ അവിടെ പതറാൻ ചാൻസ് ഉണ്ട്. സോ ഏറ്റവും ബെറ്റർ നമുക്ക് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ കരിയറിനെ ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം നിങ്ങളുടെ 4 yearsന്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ വേർത്താണ്, നിങ്ങളുടെ നെറ്റ് വർത്താണ്. ആ നെറ്റ് വർത്ത് ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഒരു സാധനം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ അനുവിന് 4 വർഷത്തെ അക്കൗണ്ട്സിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു, നാട്ടിൽ 1 വർഷം പോയി നിന്നെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്തായാലും അനുവിന്റെ കയ്യിൽ നിന്ന് അത് പോയിട്ടില്ലല്ലോ. പോയിട്ടുണ്ടോ? അനു, ക്യാൻ യു റിപ്ലൈ മീ? ഓക്കെ, അപ്പോൾ ആ ഒരു ധൈര്യം നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പാടില്ല, എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തായിരിക്കും തരുന്നത്, ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് അക്കൗണ്ട്സ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് അവിടെ ഒരു ഇന്റേണൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള രീതി കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന്റെ കൂട്ടത്തിനകത്ത് ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പ്ലഗിനോട് കൂടുതൽ കിട്ടുകയാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിട്ട് എപ്പോഴും വരത്തുള്ളൂ.
ക്ലിയർ ആയോനു? അതിനെക്കുറിച്ച് ഗ്യാപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ടെൻഷൻ ഒന്നും അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും. അതിപ്പോൾ അനുന്നല്ല, ആർക്കാണെങ്കിലും ശരി. പിന്നെ ആർക്കും നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളൊരു ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ എക്സ്പീരിയൻസ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അക്കൗണ്ട്സ് എല്ലായിടത്തും ബേസ് സെയിം ആണ് വരുന്നത്. അത് മനസ്സിലായി. നിങ്ങൾ ഓൾ ഓവർ ദി വേൾഡിൽ എവിടെ പോയാലും അക്കൗണ്ട്സിന്റെ ബേസ് സെയിം ആണ്. പിന്നെ ആ ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ടാക്സബിലിറ്റിയും അതുപോലത്തെ അക്കൗണ്ടിങ് IFI. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഗ്യാപ്പ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഇവിടെ വരുന്നത് എന്താ, നാട്ടിൽ AS കൂടുതൽ വരുന്നുണ്ട്, ഇവിടെ IFRS വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ കരിയർ കുറച്ച് ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നാട്ടിലല്ല എക്സ്പീരിയൻസ് ഉള്ളൂ, ഇവിടെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ച് മാന്യമായിട്ട് നല്ല രീതിയിൽ ഞാൻ ചോദിച്ചു, നാട്ടിലെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും അക്കൗണ്ട്സിന്റെ ബേസ് സെയിം ആണ്. പിന്നെ ഇവിടുത്തെ ടാക്സേഷനും ഇവിടുത്തെ കാര്യങ്ങളും അത്യാവശ്യം എനിക്കറിയാം. ഇന്ന കാര്യങ്ങളാണ് നമുക്ക് പോകേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എനിക്ക് പലയിടത്തും എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ഇന്റർവ്യൂസ് എല്ലാം തന്നെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ഏകദേശം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആകെ 6 ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് എൻ്റെ ജോയിനിൽ ഞാൻ എടുത്തത്. ഔട്ട് ഓഫ് 6 ഇന്റർവ്യൂവിൽ 5 ഇന്റർവ്യൂ ഞാൻ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക, കംഫർട്ടബിലിറ്റി ഉള്ള ഒരു ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാൻഡ് കിട്ടുന്ന രീതിയിൽ ഞാൻ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ നിങ്ങൾക്കും അതേ രീതിയിലുള്ള പോസിബിലിറ്റീസും അതേ രീതിയിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഗ്യാരണ്ടി ഞാൻ തരാം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സിന്റെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ശരി, എല്ലാത്തിൻ്റെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് അതേ രീതിയിൽ സപ്പോർട്ട് തരുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഈ കോഴ്സിനെ പറ്റി ഡൗട്ട്സോ നമ്മുടെ VICനെ പറ്റി ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചാറ്റ് ബോക്സിലെങ്കിലും ചോദിക്കും കേട്ടോ. അസ്മി, ആക്ച്വലി നമ്മുടെ ഈ ബാച്ച്, അതായത് മാർച്ചിലെ ബാച്ച് ഇന്നലെയാണ് എൻഡ് ചെയ്തത്. ഇനി നമ്മൾ ഏപ്രിലിലെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏപ്രിലിലെ ബാച്ച് ഏപ്രിൽ 10th സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അസ്മിക്ക് ആ സെഷനിലായിട്ടായിരിക്കും എൻറോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? സോ ആക്ച്വലി നമ്മുടെ കോഴ്സിന്റെ ഫീസ് വരുന്നത് 3500 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. അതുപോലെ 15 days കോഴ്സ് ആണ്. അതുപോലെ നമ്മുടെ കൂടുതലും സ്റ്റുഡൻസ് അബ്രോഡുള്ള ഇപ്പോൾ ജോബുള്ള ആൾക്കാരുണ്ട്, അതായത് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, അതായത് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസും ഉണ്ട്. അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ടൈം വേണമല്ലോ. കൂടുതലും വർക്കിംഗ് ആയിട്ടുള്ളവരും ഉണ്ട്. സോ അവർക്ക് നാട്ടിലായാലും വർക്ക് ചെയ്യുന്നവരുണ്ട്, അബ്രോഡ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അവരുടെ ഒരു ടൈം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഈ 15 days അല്ലെങ്കിൽ 10 days ക്ലാസ്സസ് വെക്കുക. നൈറ്റ് ആയിരിക്കും ക്ലാസ്സസ് വെക്കുക. കാരണം ഇപ്പൊ സ്റ്റുഡൻസ് ആയാലും ഈ ഒരു കോഴ്സ് മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. സോ എല്ലാവരുടെയും ടൈം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നൈറ്റ് ആയിരിക്കും ക്ലാസ് വെക്കുക. സോ അതും ആ ഒരു ടൈമും, അതായത് ഒരു ഫ്ലെക്സിബിൾ ടൈമും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ ഓക്കെ, ഐ ഹാവ് വർക്ക്ഡ് അണ്ടർ സോ എന്തായിരുന്നു, ഒരു അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിലാണോ വർക്ക് ചെയ്തത്? ഒരു ഡൗട്ട് വന്നത്.
അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തെങ്കിൽ ഇറ്റ് ഇസ് ആൻ എക്സ്പീരിയൻസ് ഫോർ യു, റൈറ്റ്? സോ യു എയിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ജോബ് നോക്കാൻ പറ്റും. ഓക്കെ. എന്തെങ്കിലും ഇനി മോർ ഡൗട്ട്സ്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഒന്നുമില്ല, ഈ ഒരു സെഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ടൈം എന്ന് പറയുന്നത് 10, അതായത് ഇന്ത്യൻ ടൈം 10, അതായത് യു എ ടൈം 8:30 ആയിരിക്കും ക്ലാസ് ടൈമിംഗ് വരിക. ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ അതിനകത്ത്. യെസ് സർ, യെസ് സർ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ടൈമിംഗ് ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ ഇപ്പൊ യു എയിലുള്ളവരുണ്ടാവാറുണ്ട്, ഇന്ത്യയിലുള്ളവരുണ്ടാവാറുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ യു എയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്ത് എബ്രോഡ് വേറെ എവിടെയെങ്കിലും ഉള്ളവർ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പലരും ഈ ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ യു എയിലുള്ള ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:30 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ യു എയിലുള്ളവർക്കാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ വരുന്നവർക്കാണെങ്കിലും ഒരു 8:30 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോബ് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ എത്തുന്ന, അവർക്ക് റൂമിൽ എത്തുന്ന ഒരു ടൈമാണ് നമ്മൾ അവിടെ വെച്ചേക്കുന്നത്. അതിനോ ഇന്ത്യയിൽ ആ ചില സമയത്ത് നമുക്ക് 10 മണിയാണ് വരുന്നത്. ബട്ട് ആ ഒരു ടൈം നമ്മൾ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ വെച്ചേക്കുന്നത്. ചില കൺട്രിയിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് ഒരുപാട് നേർത്തിയാവും. അപ്പോൾ ആ ഒരു ബിറ്റ്വീൻ ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അല്ലാണ്ട് ആരും നമ്മുടെ കയ്യിൽ കൊണ്ടുപോയി തരത്തൊന്നുമില്ല, അത് എന്ത് കാര്യത്തിനാണെങ്കിലും. സോ പക്ഷേ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്ലെക്സിബിൾ ടൈം ആണ് എന്നുള്ളത് എനിക്ക് കൺവീനിയന്റ് ആണെന്ന് തോന്നുന്നു. കറന്റ്ലി എല്ലാവർക്കും അങ്ങനെയാണ്. കാരണം എല്ലാവരും കിടക്കുന്ന സമയം 10 മണി മുതൽ ഒരു 11 വരെ മിക്കവരും ഫോണിനകത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, ചാറ്റിങ്, ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്തുനിന്ന് കുറച്ച് ടൈം മാറ്റി, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെയർ ചെയ്ത് നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ കരിയറും ഡെവലപ്പ് ആകുന്നത്. അതിനകത്ത് വേറെ ആർക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഷോറ് പറഞ്ഞ പോലെ ഇപ്പോ യു എയിലല്ല അല്ലെങ്കിൽ ഇന്ത്യയിലല്ല, വേറെ ഏതെങ്കിലും കൺട്രീസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ടൈം ആപ്റ്റ് ആയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അല്ലാതെ ഈ ലൈവ് സെഷന്റെ റെക്കോർഡിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് മാക്സിമം നമ്മൾ ലൈവിൽ കയറാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നാലും നമുക്ക് ഫാക്കൽറ്റീസുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വെച്ചിട്ട് നമുക്കുള്ള കാര്യങ്ങളെല്ലാം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ബട്ട് വേറൊരു കൺട്രിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ടൈം ഒട്ടും പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ പ്രശ്നമില്ല. you will be having the recorded sessions of these live sessions. Okay. ഹാദിയ ഒന്നുകൂടെ. Okay sir. ആക്ച്വലി നേരത്തെ ഹാദിയ പറഞ്ഞല്ലോ 3500 എന്ന് പറയുന്നത് നാട്ടിലത്തെ ഇന്ത്യൻ റുപ്പിയാണ്. സോ യു എ സംബന്ധിച്ചിടത്തോളം അപ്രോക്സിമേറ്റ് ഇത് ഒരു 150 ദിർഹംസേ വരുന്നുള്ളൂ. സോ ഇത് ആക്ച്വലി നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു യു എയിൽ ഒരു 3-4 ഒരു ടാക്സി എടുത്ത് പോയാൽ വരുന്ന കാശേ വരുന്നുള്ളൂ. സോ ഒരിക്കലും നിങ്ങൾക്കതൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. സത്യം ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഒരു കരിയർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടാൽ മതി. സോ അത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സോ ഒരിക്കലും 3500 എന്നിട്ട് നിങ്ങൾ സ്റ്റക്ക് ആവണ്ട. കാരണം ഇവിടെ വന്ന് നിങ്ങൾ ഓരോന്നും ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരും. സോ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ്. അതിനുള്ള വാല്യൂ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ ഓരോ സെഷൻസ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും. അത് നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. സോ ആ ഒരു എമൗണ്ട് ഒരിക്കലും വലുതല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ഒരിക്കലും നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി ചേഞ്ച് ചെയ്യാൻ മാത്രം ജസ്റ്റ് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
സാർ അതിനകത്തൊരു കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണെങ്കിലും ചിലവർ ഇവിടെ വന്നിട്ട് ATS ഫ്രണ്ട്ലി CV ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ATS CV പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഓരോരുത്തർക്കും കൊടുക്കുന്നത് ഒരു CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് 30 ദിർഹംസ് ഒക്കെയാണ് നോർമലി കൊടുക്കുന്നത്. അതുകൂടാണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 50 ദിർഹംസ് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കൊടുക്കുന്നവരുണ്ട്, ജോബിൽ നിൽക്കുന്നവരും വന്നതിന് ശേഷം കൊടുത്തവരൊക്കെ എനിക്കറിയാവുന്ന പേഴ്സണലി എനിക്കറിയാവുന്ന കാര്യം. ഒരു പക്ഷേ അസാദിനും അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ 80 ദർഹംസ് നിങ്ങളിവിടെ കൊടുത്തു. 80 ദർഹംസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ നാട്ടിലെ ഒരു എമൗണ്ടിലായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക എത്രയായിരിക്കും എന്ന്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 മേലെ ഉണ്ട്. ഏകദേശം 2000 രൂപ നിങ്ങൾ അങ്ങനെ തന്നെ കൊടുത്തു. വെറുതെ 2000 രൂപ കൊടുത്തു ഒരു ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കുന്നതിനും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് ഈ പറഞ്ഞ 2000 റുപ്പീസ് വരുന്നത്. കമ്പയർ ടു നിങ്ങൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ എവിടെ വേണേലും നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിൽ നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. മേ ബി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ നിങ്ങളെക്കാളും കുറവിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ നിങ്ങൾക്കൊരു ഓൾറെഡി ഒരു CV നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഇത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് പറയണം എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ ആ ഇന്റർവ്യൂവർ നിങ്ങളുടെ CV നോക്കിയിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ആ CV എന്താണ് നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പോലും അറിയാണ്ട് നിങ്ങൾ പോയ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസിയോ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് തന്നെ CV പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ CV ഓക്കെ, നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏത് AI ടൂൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ CV നന്നായിട്ട് പഠിക്കാൻ പറ്റും. പലരും CV പഠിക്കാണ്ട് പോകുന്നവരുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഞാൻ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്റർവ്യൂവിന് എനിക്കൊരു CV കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആ CV നോക്കുന്നതിനേക്കാൾ ബെറ്റർ എനിക്ക് ചിലപ്പോൾ ഞാൻ ആ ഒരു സെൽഫ് ഇൻട്രോയാണ് നോക്കുന്നത്. ആ സെൽഫ് ഇൻട്രോയിൽ എനിക്ക് ആ CV ഓൾമോസ്റ്റ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ആ CVക്കകത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പലർക്കും അറിയാൻ പറ്റാണ്ട് വരുന്നുണ്ട്. പക്ഷെ ആ സെൽഫ് ഇൻട്രോ ഇല്ലാത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഉത്തരം കിട്ടാറുമുണ്ട്. അപ്പോൾ CV ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് CV പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് തന്നെ പറയുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് CV പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് തരാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ CV ഞാൻ റെഡിയാക്കി തന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണം ഞാൻ കഴിച്ചിട്ട് കാര്യമുണ്ടോ? ആർക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഇത്രയും പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്ത് റെസ്പോണ്ട് ചെയ്യും, എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഒരു പേടിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫിയറും കൊണ്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും? ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫിയർ അല്ലെങ്കിൽ നിങ്ങളുടെ പേടിയാണ് മറ്റൊരാളുടെ ധൈര്യം. അത് വെച്ചിട്ട് നിങ്ങൾ തകർക്കാൻ പറ്റും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഒരു പേടിയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇന്ററാക്റ്റീവ് സെക്ഷൻസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കയറുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുള്ളൂ. തെറ്റായിക്കോട്ടെ പറയണത്, പക്ഷെ അത് പറയാൻ പഠിക്കുക. നമ്മുടെ മലയാളീസിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലംസ് ആണ് ഇത് കണ്ടിട്ടുള്ളത്. പേടിയാണ് പറയാനായിട്ട്. ലാംഗ്വേജിൽ മിസ്റ്റേക്ക് ഉണ്ടാവും എന്നുള്ള പേടി, അല്ലെങ്കിൽ ഞാൻ പറയണത് ശരിയാണോ എന്നുള്ള പേടി. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം. ബട്ട് മറ്റുള്ള കൺട്രീസിലൊക്കെ പോയി കഴിയുമ്പോൾ അവർ പറയുന്ന ഇപ്പോൾ ഫോറിനേഴ്സിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിലോ റഷ്യൻസിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്ന സംസാരത്തിനകത്ത് ഗ്രാമർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ നിങ്ങൾ യൂറോപ്യൻസോ അല്ലെങ്കിൽ മറ്റു ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാരും ഒക്കെ വരുമ്പോൾ സംസാരിച്ചു നോക്കുക അവരോട്. നമുക്കറിയില്ലെങ്കിൽ പോലും അവർ വളരെ കെയർഫുൾ ആയിട്ട് വളരെ സ്ലോ ആയിട്ട് നമുക്കത് അവർ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു കരിയർ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കൂട്ടത്തിനകത്ത് എത്ര പേർക്ക് ഹിന്ദി അറിയാം? നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര പാടാ പിടിച്ചു നിൽക്കാൻ. നമ്മൾ ആരും ഇന്ററാക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല.
അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആകെ 2-3 പേരാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ വരുന്നത്. ഡെഫിനറ്റ്ലി എനിക്കറിയാം അവർ നാളെ എവിടെയെങ്കിലും ചെന്നാലും എവിടെയെങ്കിലും അവർക്കൊരു പിടിച്ച് നിൽക്കാനുള്ള ഒരു പൊഴുത് അവർക്ക് കിട്ടും. മറ്റുള്ളവർക്ക് കിട്ടില്ല എന്നല്ല പറയണത്. പക്ഷെ ആ ഒരു പോസിബിലിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെ ഇന്ററാക്റ്റീവ് സെക്ഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ല എപ്പോഴും വേണ്ടത്. നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി പൊസിഷൻ ആയിട്ടുള്ളവർക്കടെയൊക്കെ അടുത്തായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടത്. അവരായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം. അക്കൗണ്ട്സിന്റെ എപ്പോഴും ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ട് കണക്ഷൻ വേണം. എന്നാൽ മാത്രമേ നമ്മൾ അക്കൗണ്ട്സ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ട്സ് മാത്രമല്ല, ഫിനാൻസ് ആണെങ്കിലും നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ട്സ് ശരിക്കും പറഞ്ഞ ഒരു ബാക്ക് ബോൺ ആണ്. നമ്മുടെ ഏതൊരു ഫേമിന്റെ ബാക്ക് ബോൺ ആണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങോ മാനേജ്മെന്റോ ഒന്നുമല്ല. ഈ മാനേജ്മെന്റ് വേണമെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ട്സിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു റിപ്പോർട്ട് ചെന്നാലാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ആദ്യ യെസ് സർ. ഓക്കെ. UAE വാറ്റ് സെക്ഷൻ എടുക്കുന്നത് നിങ്ങളിപ്പോ സംസാരിച്ച ജിഷു സാർ തന്നെയാണ് വാറ്റ് സെക്ഷൻ എടുക്കുന്നത്. ആർഷ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും, ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ. അത് ഒന്ന് ജോയിൻ ചെയ്യാട്ടോ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഓൾസോ ഫോം ഫില്ല് ചെയ്തു എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. Okay, thank you, Jishnu sir, and thank you, Asa sir, for your contributions. Yeah, And thank you. Thank you. thank you all. welcome all. Good night to all. Okay, now everyone can left the chat.